പഠിക്കാനുണ്ട്, നാൽക്കാവല നാടകം പഠിക്കാനുണ്ട്, ബാലിദ്വീപ് സഞ്ചാര സാഹിത്യം ഒക്കെ പഠിക്കാനുണ്ട്, തിരക്കഥ പഠിക്കാനുണ്ട്. ആടുജീവിതം എന്ന നോവൽ നിങ്ങൾ എല്ലാവരും നോവൽ പരിചയിച്ചിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ടാകും, പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുപ്പുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ നോവലിനെ പറ്റി വിശദമായിട്ടൊന്നും നമ്മൾ അതുകൊണ്ട് പ്രതിപാദിക്കുന്നില്ല. അതിലെ പ്രധാന സന്ദർഭങ്ങളും അതിൽ നിന്ന് ചോദിക്കാവുന്ന ചോദ്യങ്ങളും ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ ക്ലാസ് മുന്നോട്ട് കൊണ്ടുപോകാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഇപ്പം മുമ്പ് പറഞ്ഞതുപോലെ ആടുജീവിതം എന്ന നോവൽ മാത്രമല്ല നമ്മൾ മനസ്സിലാക്കേണ്ടത്, അതിന്റെ ആ നോവൽ നിലനിൽക്കുന്ന ഒരു പശ്ചാത്തലം കൂടി നമ്മൾ പഠന വിധേയമാക്കേണ്ടതുണ്ട്. മലയാള നോവൽ സാഹിത്യ ചരിത്രം, മലയാള നോവൽ സാഹിത്യം 19-ാം നൂറ്റാണ്ടോടുകൂടിയാണ് നോവൽ സർവ്വതോന്മുഖമായ വളർച്ച പ്രാപിച്ചത്. ലോകത്തിലെ പ്രധാനപ്പെട്ട എല്ലാ ഭാഷകളിലേക്കും അത് വ്യാപിച്ചു. റഷ്യൻ, ഫ്രഞ്ച് നോവലുകളാണ് ഏറെ വികസിച്ചത്. ആദ്യകാല മലയാള നോവലുകൾക്ക് ഏറ്റവും കൂടുതൽ ആധിപത്യമുള്ളത് ഇംഗ്ലീഷിനോടാണ്. മലയാള സാഹിത്യം പരിശോധിക്കുകയാണെങ്കിൽ ആദ്യഘട്ടത്തിൽ ഉണ്ടായ നോവലുകളൊന്നും മൗലിക കൃതികളെന്ന് നമുക്ക് പറയാൻ കഴിയുകയില്ല. അതായത് അവ പലതും മിക്കതിന്റെയും വിവർത്തനങ്ങളായിരുന്നു. നോവലിന്റെ രൂപപരമായ സവിശേഷതകളൊന്നും അവ വെച്ചു പുലർത്തിയിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവയെ പുല്ലേലി കുഞ്ചു, അപ്പു നെടുങ്ങാടിയുടെ കുന്തലത 1889 നമ്മുടെ മലയാളത്തിലെ ലക്ഷണമൊത്ത നോവൽ എന്ന് വിശേഷിപ്പിക്കുന്ന ഒ ചന്തുമേനോന്റെ ഇന്ദുലേഖ പ്രസിദ്ധീകരിച്ചു. ആ ഒരു കാലഘട്ടത്തിൽ സാമൂഹിക നോവലുകളും ചരിത്ര നോവലുകളുമാണ് രൂപം കൊണ്ടിട്ടുള്ളത്. CV രാമൻ പിള്ളയുടെ മാർത്താണ്ഡവർമ്മ, ധർമ്മരാജ, രാമരാജ ബഹദൂർ, അപ്പം തമ്പുരാന്റെ ഭൂതരായർ പോലെയുള്ള ചരിത്ര നോവലുകളും സാമൂഹിക നോവലുകൾ, ഇന്ദുലേഖയുടെ ചുവട് പിടിച്ചുകൊണ്ട് രൂപം കൊണ്ട സാമൂഹിക നോവലുകളും ഒക്കെയാണ് 19-ാം നൂറ്റാണ്ടിലെ മലയാള സാഹിത്യത്തിൽ നമുക്ക് കണ്ടെടുക്കാൻ കഴിയുന്നത്. ആ ഒരു ഘട്ടം കഴിഞ്ഞിട്ട് 1930-കളിലേക്ക് എത്തുമ്പോൾ മലയാള നോവലിൽ പുതിയൊരു ഉണർവാണ് പ്രകടമാകുന്നത്. സാഹിത്യത്തിൽ മൊത്തത്തിലൊരു നവോത്ഥാനത്തിന്റെ കാലഘട്ടമാണ് 1930-കൾക്ക് ശേഷമുള്ള ഘട്ടമെന്ന് പറയുന്നത്. യൂറോപ്യൻ ചിന്താധാരകൾ നമ്മുടെ സാഹിത്യത്തിലേക്ക് കടന്നു വരുന്നു. കേസരി ബാലകൃഷ്ണ പിള്ളയുടെ നേതൃത്വത്തിൽ സാഹിത്യകൃതികൾ പരിചയപ്പെടാനുള്ള ഒരു അവസരം മിക്ക എഴുത്തുകാർക്കും ലഭിക്കുന്നു. അത് നമ്മുടെ സാഹിത്യത്തെ വളരെയധികം മുന്നോട്ട് നയിച്ചു. 1937 ജീവൽ സാഹിത്യ പ്രസ്ഥാനവും 1944 അത് പുരോഗമന സാഹിത്യ പ്രസ്ഥാനമായിട്ട് രൂപാന്തരപ്പെട്ടു. ആ ദർശനങ്ങള് സാഹിത്യം ജീവിതഗന്ധിയാകണമെന്നുള്ള ബോധം എഴുത്തുകാരിലും അതിലൂടെ വായനക്കാരിലേക്കും കടന്നു വരുന്ന ഘട്ടമാണ് നവോത്ഥാന ഘട്ടം എന്ന് പറയുന്നത്. വിപുലമായ ഒരു ഹ്യൂമനിസം ആയിരുന്നു നവോത്ഥാന സാഹിത്യത്തെ നിർണയിച്ചത്. മനുഷ്യരിലും അവന്റെ നന്മയിലുമുള്ള വിശ്വാസം, മാനവികതയെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ, മാർക്സിയൻ ആശയങ്ങൾ, റിയലിസത്തിന്റെയും കാൽപ്പനികതയുടെയും കലർപ്പ് കലർന്ന എഴുത്തുശൈലി, അങ്ങനെ മനുഷ്യനെയും അവന്റെ മാനവികതയെയും കുറിച്ചുള്ള കാഴ്ചപ്പാടുകളാണ് നവോത്ഥാന ഘട്ടം മുന്നോട്ട് വെച്ചത്. പി കേശവദേവ്, വൈക്കം മുഹമ്മദ് ബഷീർ, തകഴി ശിവശങ്കരപിള്ള, SK പൊറ്റക്കാട് എന്നിവരാണ് ഈ കാലഘട്ടത്തെ പ്രതിനിധീകരിക്കുന്നത്. നിങ്ങൾ മുൻപും താഴെ ക്ലാസ്സുകളിലൊക്കെ നിങ്ങൾ ഇവരുടെ കഥകളൊക്കെ പഠിച്ചിട്ടുണ്ടാവും അല്ലെ? ഏതെങ്കിലുമൊക്കെ നോവലിന്റെ ഭാഗങ്ങളൊക്കെ നിങ്ങൾ പരിചയിച്ചിട്ടുണ്ടാവും. അപ്പം മലയാള നോവലിലെ ഒരു നവോത്ഥാനത്തിന്റെ ഘട്ടത്തിന് തുടക്കം കുറിക്കുന്ന എഴുത്തുകാരാണ് ഇവർ. ഒരു സാമൂഹിക മാനമാണ് ഈ കാലഘട്ടത്തിൽ സാഹിത്യം മുന്നോട്ട് വെച്ചത്. സാഹിത്യം ജീവിതഗന്ധിയായി തീരുകയാണ് ഈ ഒരു കാലഘട്ടത്തിൽ. പിന്നീട് വീണ്ടും സാമൂഹികതയിൽ നിന്ന് വ്യക്തിയുടെ അന്തസംഘർഷങ്ങളിലേക്ക് നോവലും ചെറുകഥയും ഒക്കെ കടന്നു വരുന്നു. വ്യക്തികളെ ആവിഷ്കരിക്കുന്ന, അതായത് സമൂഹത്തിന്റെ കഥകളിൽ നിന്ന് വ്യക്തിയുടെ ജീവിതത്തിലേക്കും വ്യക്തിയുടെ മനസ്സിന്റെ ആഴങ്ങളിലേക്കുമുള്ള യാത്രയാണ് പിന്നീട് നമുക്ക് സാഹിത്യത്തിൽ കാണാൻ കഴിയുന്നത്. സ്വാതന്ത്ര്യാനന്തര സാമൂഹിക അവസ്ഥകളെ അടയാളപ്പെടുത്തുന്ന കൃതികളാണ് ആ ഘട്ടത്തിൽ ഉണ്ടായത്. തൊഴിലില്ലായ്മ, നഗരവൽക്കരണം, കുടുംബ സമൂഹ ശൈഥില്യം, ഒറ്റപ്പെടുന്ന വ്യക്തിയുടെ ഏകാന്തതാബോധം, ഇവയൊക്കെയാണ് ഈ കാലഘട്ടത്തിലെ കൃതികളിൽ നമുക്ക് കാണാൻ കഴിയുന്നത്.
PC കുട്ടിക്കൃഷ്ണൻ, MD വാസുദേവൻ നായർ, പൂഞ്ഞിക്കര റാഫി, രാജലക്ഷ്മി, K സുരേന്ദ്രൻ എന്നിവരുടെ കൃതികൾ. വ്യക്തി സംഘർഷങ്ങളിലേക്ക് അതിൽ മുമ്പ് നവോത്ഥാന ഘട്ടത്തിൽ സാമൂഹികതയായിരുന്നു നമ്മുടെ പ്രതിപാദ്യ വിഷയമെങ്കിൽ വ്യക്തിയുടെ അന്തസംഘർഷങ്ങളിലേക്ക് കടക്കുന്നതാണ് പിന്നീട് നമുക്ക് കാണാൻ കഴിയുന്നത്. MDയുടെ രണ്ടാമൂഴം നോവലുകളൊക്കെ നിങ്ങൾ വായിച്ചിട്ടുണ്ടാകാം, പരിചയിച്ചിട്ടുണ്ടാകാം അല്ലെ. ആത്മസംഘർഷങ്ങളും വ്യക്തി സംഘർഷങ്ങളും ഒക്കെയാണ് അതിൽ പ്രതിപാദ്യ വിഷയമായി തീർന്നിട്ടുള്ളത്. അപ്പൊ അത് ആ ഒരു നിലനിന്നിരുന്ന സാഹചര്യം കൂടിയാണ്. നഗരവൽക്കരണത്തിന്റെയും തൊഴിലില്ലായ്മയുടെയും കുടുംബത്തിലും സമൂഹത്തിലും വന്നു ചേർന്ന ശൈഥില്യവും ഒക്കെ ഒറ്റപ്പെടുന്ന വ്യക്തിത്വങ്ങളെ സൃഷ്ടിക്കുകയാണ് ചെയ്തത്. ആ ഒരു കാലഘട്ടത്തിൽ നിന്നും അതിനിടയ്ക്ക് തന്നെ സമാന്തരമായി ചില പ്രവണതകളും ഭാവുകത്വ പ്രവണതകളും നമുക്ക് കാണാൻ കഴിയും. പാറപ്പുറത്തിന്റെയും കോവിലന്റെയും നന്ദനാരുടെയും പട്ടാള കഥകളും മുട്ടത്തുവർക്കിയുടെയും കാനം ഈജയുടെയും ജനപ്രിയ നോവലുകളും ഒക്കെ ഈ കാലഘട്ടത്തിൽ ഉണ്ടായതാണ്. ആക്ഷേപഹാസ്യത്തെ രചനാശില്പത്തിന്റെ അന്തർധാരയാക്കി വിമർശന രീതിയിൽ പ്രതിപാദിച്ച VK കൃതികളുമൊക്കെ ഈ ഒരു കാലഘട്ടത്തിൽ തന്നെ ഉള്ള മറ്റ് സാഹിത്യ ഭാവുകത്വങ്ങളാണ്. 1960കളോടെ നമുക്ക് ഓരോ കാലഘട്ടത്തെ ഇങ്ങനെ വിഭജിച്ച് ഇന്ന വർഷം എന്ന് പറയാൻ കഴിയുകയില്ല. ആ സാഹിത്യ പ്രവണതകൾ അതിന്റെ തുടർച്ചയായിട്ട് പിന്നീട് വന്നത് ആധുനികതയാണ്. നവോത്ഥാനത്തിൽ നിന്നും വ്യക്തിയുടെ ആത്മസംഘർഷങ്ങളിലേക്ക് വരുന്നു, പിന്നീട് ആധുനികതയിലേക്ക് കടന്നു വരുന്നു. പ്രമേയ തലത്തിലും രൂപതലത്തിലും ഒരു നവീനതയാണ് ആധുനികത മുന്നോട്ട് വെച്ചത്. നിലവിലുള്ള എഴുത്തു ശൈലിയെ അപ്പാടെ ത്യജിച്ചുകൊണ്ട് പുതിയൊരു മാറ്റത്തിന് തുടക്കം കുറിക്കുകയാണ്. പാശ്ചാത്യ ആധുനികതയുടെ സ്വാധീനം നമുക്ക് ഈ മലയാളത്തിലെ ആധുനികതയിലും കണ്ടെടുക്കാൻ കഴിയും. റിയലിസ്റ്റിക് ആഖ്യാനത്തിന്റെ മുഖ്യ സ്വഭാവങ്ങളായ, അതായത് നമ്മൾ പറഞ്ഞു നവോത്ഥാന ആശയപരിസരങ്ങളെ ആവിഷ്കരിച്ച നോവലുകളുടെ മുഖ്യ സ്വഭാവങ്ങളായിട്ടുള്ള സമഗ്രത, വസ്തുനിഷ്ഠത, കൃത്യമായ കാലാനുക്രമത മുതലായവയെല്ലാം ഈ കാലഘട്ടത്തിലുണ്ടായ സാഹിത്യകൃതികൾ തിരസ്കരിക്കുന്നതായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. രൂപത്തിലും ഭാവത്തിലും സാഹിത്യ രചനകൾ പുതിയൊരു നവീനത മുന്നോട്ട് വെച്ചു. ഇത് നോവലിൽ മാത്രമല്ല, ചെറുകഥയിലും നാടകത്തിലും കവിതയിലും എല്ലാം ഈ ഒരു ഭാവുകത്വ പരിണാമം സംഭവിക്കുന്നുണ്ട്. ഈ കൃതികൾ എല്ലാം സുത്വപ്രതിസന്ധി, ജീവിത നിരാസം, അസംബന്ധതയോടും നിഷേധ വ്യക്തിത്വത്തോടുമുള്ള ആഭിമുഖ്യം, വിഷാദാത്മകത, ആത്മരതി, വ്യക്തിപരത എന്നിവയായിരുന്നു ആ കാലഘട്ടത്തിലെ നോവലുകൾ കൈകാര്യം ചെയ്ത പ്രമേയങ്ങളെന്ന് പറയുന്നത്. ജീവിതത്തിലെ സുത്വപ്രതിസന്ധിയെ ആവിഷ്കരിക്കുന്നു, ജീവിതത്തോടുള്ള നിരാസം, അതേപോലെ തന്നെ വിഷാദാത്മകത, ആത്മരതി, വ്യക്തിപരത, നഗരജീവിതത്തിലെ ദുരനുഭവങ്ങളും നിലനിൽപ്പിന്റെ പ്രശ്നങ്ങളും അസ്തിത്വ അന്വേഷണവും ഒക്കെ ഈ കാലഘട്ടത്തിലെ നോവലുകൾ, സാഹിത്യകൃതികളിൽ കണ്ടുവരുന്നുണ്ട്. നവോത്ഥാന ചിന്ത വിലപ്പെട്ടതെന്ന് കരുതിയ എല്ലാ സാമൂഹിക സ്ഥാപനങ്ങളെയും തള്ളിപ്പറയുകയാണ്. നവോത്ഥാന കാലഘട്ടത്തിൽ മുന്നോട്ട് കൊണ്ടുവന്ന ആശയങ്ങളെയെല്ലാം തിരസ്കരിക്കുന്ന ഒരു പ്രവണതയാണ് ആധുനികതയിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. കാക്കനാടിന്റെയും മുകുന്ദന്റെയും OV വിജയന്റെയും ആനന്ദിന്റെയും ഒക്കെ നോവലുകൾ ഇതാണ് അടയാളപ്പെടുത്തുന്നത്. ആധുനികത ഒരു നീണ്ട കാലയളവാണ്. അതിനുശേഷം സാഹിത്യത്തിലേക്ക് കടന്നു വന്ന ഒരു 90കളോടുകൂടി കടന്നു വന്ന ഒരു ഭാവുകത്വമാണ് ഉത്തരാധുനികത എന്ന് പറയുന്നത്. ഉത്തരാധുനികതയുടെ ഘട്ടവും നമ്മൾ പിന്നിട്ട് കഴിഞ്ഞിരിക്കുന്നു. ആ ഉത്തരാധുനിക ഘട്ടം ചരിത്രത്തെ ശിഥിലീകരിക്കുവാനും തിരസ്കൃത മനുഷ്യരുടെ ജീവിതം വീണ്ടെടുക്കുവാനുമുള്ള ആഹ്വാനമാണ് ഉത്തരാധുനികത മുന്നോട്ട് വയ്ക്കുന്നത്. ഉത്തരാധുനിക നോവലുകൾ നമ്മൾ പൊതുവെ നോക്കുകയാണെങ്കിൽ അവയില് ബഹുസ്വരമായ ഒരു അന്തരീക്ഷമാണ് നോവൽ സൃഷ്ടിച്ചെടുക്കുന്നത്. എങ്കിലും അവയിൽ നമുക്ക് കണ്ടെടുക്കാൻ കഴിയുന്നത് പ്രാദേശികമായ ചരിത്രത്തെ വീണ്ടെടുക്കുവാനുള്ള ശ്രമം ഉത്തരാധുനിക നോവൽ കൊണ്ടുവരുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഫെമിനിസം, ദളിതിസം, പരിസ്ഥിതിവാദം എന്നീ ലഘുആഖ്യാനങ്ങൾ സാഹിത്യത്തിലേക്ക് കടന്നു വരുന്നുണ്ട്. നോവലുകളിൽ പരിശോധിക്കുകയാണെങ്കിൽ പ്രവാസ ജീവിതാഖ്യാനം എന്ന് പറയുന്ന ഒരു വിഭാഗം തന്നെ സാഹിത്യത്തില് രൂപപ്പെടുന്നുണ്ട്. ജീവചരിത്ര നോവലുകള്, അതേപോലെ തന്നെ വർത്തമാന രാഷ്ട്രീയം വിശദമായി വിമർശനാത്മകമായി അപഗ്രഥിക്കുന്ന നോവലുകള്, സൈബർ സംസ്കാരം അടയാളപ്പെടുത്തുന്ന നോവലുകൾ, ഇവയെല്ലാം ഉത്തരാധുനിക നോവലിന്റെ സവിശേഷതകളാണ്. ഉത്തരാധുനിക നോവലിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അതിനൊരു സമ്മിശ്രമായ ഒരു രൂപഘടനയാണുള്ളത്. ഈ നോവലിന്റെ ഘടനയിൽ തന്നെ നാടകവും കടന്നു വരുന്നുണ്ട്, കവിതയുടെ രൂപഘടന കടന്നു വരുന്നുണ്ട്. അങ്ങനെ ഒരു സമ്മിശ്രമായിട്ടുള്ള ഒരു ബഹുസ്വരതയുടെ ഒരു സ്വഭാവം ആണ് അതിനെ പ്രതിഫലിപ്പിക്കുന്നത്.
ഇപ്രകാരം ലഘു ആഖ്യാനങ്ങൾക്ക് പ്രാധാന്യം നൽകിക്കൊണ്ട് പ്രാദേശികതയെ വീണ്ടെടുക്കുന്ന, ചരിത്രത്തെ അപനിർമ്മിക്കുന്ന, പ്രവാസ ജീവിതത്തെ കുറെ കൂടി ആഴത്തിൽ അടയാളപ്പെടുത്തുന്ന നോവലുകളൊക്കെ ഉത്തരാധുനികതയിൽ എത്തി നിൽക്കുന്നു. ആ ഉത്തരാധുനിക കാലഘട്ടത്തിൽ നിന്നുകൊണ്ട് തന്നെയാണ് നമ്മൾ ആടുജീവിതത്തെയും നോക്കിക്കാണുന്നത്. ഈ പ്രവാസ ജീവിത അനുഭവങ്ങളുടെ പച്ചപ്പാണ് നമുക്ക് ആടുജീവിതത്തിൽ കാണുവാനായിട്ട് സാധിക്കുന്നത്. ഇപ്പൊ നോവലിനെ പറ്റി ഒരു സാമാന്യമായിട്ട് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. നിങ്ങൾ കൂടുതൽ വായിച്ചിരിക്കുക, പുസ്തകങ്ങളൊക്കെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തന്നിട്ടുണ്ടാവും. നിങ്ങൾ ഇതിനെപ്പറ്റി വിശദമായിട്ട് കേട്ടിട്ടുണ്ടാവും. ആ നോവലിന്റെ മലയാള നോവലിന്റെ പ്രധാന കൈവഴികൾ മാത്രമാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുത്തിയത്. നമുക്കിനിയും നമ്മുടെ നോവലിലേക്ക് വരാം. ആടുജീവിതം, ബെന്യാമിന്റെ ആടുജീവിതം 2008 ഓഗസ്റ്റ് മാസത്തിലാണ് ഗ്രീൻ ബുക്സ് ഈ നോവൽ പ്രസിദ്ധപ്പെടുത്തിയത്. ബെന്യാമിൻ പുതുതലമുറ എഴുത്തുകാരിൽ ഏറെ ശ്രദ്ധേയനാണ്. അദ്ദേഹം ചെറുകഥാകൃത്താണ്, നോവലിസ്റ്റുമാണ്. പത്തനംതിട്ട ജില്ലയിലെ കുളനട സ്വദേശിയാണ്. ബഹ്റൈനിലായിരുന്നു അദ്ദേഹം താമസിച്ചിരുന്നത്. സ്ഥിരമായിട്ട് അദ്ദേഹം ഇപ്പോൾ നാട്ടിലാണ്, എഴുത്തുമായി വ്യാപരിക്കുന്നു. എങ്കിൽ പോലും അദ്ദേഹത്തിന്റെ ഒരു നീണ്ട കാലയളവ് അദ്ദേഹം ജീവിതം ചെലവഴിച്ചത് ബഹ്റൈനിലാണ്. ആ അനുഭവങ്ങളാണ് അദ്ദേഹത്തിന്റെ നോവലുകളെയും ചെറുകഥകളെയും ഇത്രയും ശക്തിമത്താക്കി മാറ്റുന്നതും. ബെന്യാമിൻ എന്നത് അദ്ദേഹത്തിന്റെ തൂലികാ നാമമാണ്. ബെന്നി ഡാനിയേൽ എന്നാണ് അദ്ദേഹത്തിന്റെ യഥാർത്ഥ നാമം. സമകാല നോവൽ സാഹിത്യത്തിൽ തന്റേതായ ഒരിടം സൃഷ്ടിക്കുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. സുതാര്യമായ ആഖ്യാന ശൈലിയാണ് അദ്ദേഹം പിന്തുടരുന്നത്. വായനയുടെ ഒരു പുതിയ അനുഭവതലം പകർന്നു നൽകിക്കൊണ്ട് ആസ്വാദനത്തിന്റെ വിവിധ തലത്തിലുള്ളവരെ ഒരേപോലെ തൃപ്തിപ്പെടുത്തുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. എണ്ണമറ്റ പതിപ്പുകൾ കൊണ്ട് മലയാള പുസ്തക രംഗത്ത് റെക്കോർഡ് സൃഷ്ടിച്ച ഒരു നോവലാണ് ആടുജീവിതം. അത് തന്നെ നമുക്കറിയാം. അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും വായനക്കാർക്ക് ഇടയിൽ അദ്ദേഹത്തിനുള്ള സ്വീകാര്യതയെ പറ്റി. കേൾക്കുന്നുണ്ടോ? നിങ്ങൾക്ക് കേൾക്കാൻ കഴിയുന്നുണ്ടോ? കേൾക്കാം മിസ്. നെറ്റ്വർക്കിന്റെ ഒരു ചെറിയ പ്രോബ്ലം ഉണ്ട്, അതുകൊണ്ടാണ് ചോദിച്ചത്. ചിലപ്പോ ആ വീഡിയോ ഒന്ന് ഓഫ് ആക്കിയാൽ ചിലപ്പോ കൂടുതൽ വ്യക്തമായിട്ട് കേൾക്കാൻ പറ്റുമല്ലോ. അപ്പം നമുക്ക് തുടരാം. ബെന്നി ഡാനിയൽ എന്നാണ് ബെന്യാമിന്റെ യഥാർത്ഥ നാമമെന്ന് പറഞ്ഞു. അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട രചനകള് ആടുജീവിതം, അക്കപ്പോരിന്റെ 20 നസ്രാണി വർഷങ്ങൾ, അബീശകിൻ, അൽ അറേബ്യൻ നോവൽ ഫാക്ടറി, മുല്ലപ്പൂ നിറമുള്ള പകലുകൾ, മഞ്ഞവെയിൽ മരണങ്ങൾ, പ്രവാചകന്മാരുടെ 2ാം പുസ്തകം, മാന്തളിരിലെ 20 കമ്മ്യൂണിസ്റ്റ് വർഷങ്ങൾ, ശരീരശാസ്ത്രം, മരീചിക എന്നിവയാണ് അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട നോവലുകൾ. ഇതിൽ അറേബ്യൻ നാടുകളുടെ രാഷ്ട്രീയവും ഭരണവും ഉൾക്കൊള്ളിച്ചുകൊണ്ട് 2 ഭാഗങ്ങളിലായി ബെന്യാമിൻ എഴുതിയ നോവലുകളാണ് അൽ അറേബ്യൻ നോവൽ ഫാക്ടറിയും മുല്ലപ്പൂ നിറമുള്ള പകലുകളും. അദ്ദേഹത്തിന്റെ ചെറുകഥാ സമാഹാരങ്ങളാണ് യുത്തനേസിയ, EMS-ഉം പെൺകുട്ടിയും, പെൺമാറാട്ടം, മനുഷ്യൻ എന്ന സഹജീവി എന്നീ കൃതികൾ. അദ്ദേഹത്തിന്റെ കുറിപ്പുകളും ലേഖനങ്ങളും കൂടിയുണ്ട്. ഇരുണ്ട വനസ്ഥലികൾ, അനുഭവം, ഓർമ്മ, യാത്ര, ഒറ്റമരത്തണൽ, ഇരട്ട മുഖമുള്ള നഗരം, ഗ്രീൻ സോണിന് വെളിയിൽ നിന്ന് എഴുതുമ്പോൾ, കുടിയേറ്റം, പ്രവാസത്തിന്റെ മലയാളി വഴികൾ എന്നീ കൃതികളും അദ്ദേഹം രചിച്ചിട്ടുണ്ട്. ഇവിടെ പറഞ്ഞു 2008 ഓഗസ്റ്റ് മാസത്തിലാണ് ആടുജീവിതത്തിന്റെ ആദ്യ പതിപ്പ് ഗ്രീൻ ബുക്സ് പ്രസിദ്ധീകരിക്കുന്നത്. 2009 കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ഈ കൃതിക്ക് ലഭിക്കുകയുണ്ടായി. നമ്മൾ ആടുജീവിതത്തിലേക്ക് വരുമ്പോൾ, നോവൽ എല്ലാവരും വായിച്ചിട്ടുള്ളതാണ് അല്ലെ? പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പഠിക്കുമ്പോൾ പാഠ പുസ്തകം എന്നതിലുപരിയായിട്ട് ആ നോവലിനെ നമുക്ക് ആസ്വദിക്കാൻ കഴിയുമ്പോൾ മാത്രമേ അത് നമുക്ക് ഉൾക്കൊള്ളുവാനായിട്ട് കഴിയുകയുള്ളൂ. അപ്പൊ നിങ്ങളെല്ലാവരും 1-2 ആവർത്തി അത് വായിച്ചിട്ടുണ്ടാകാം. അപ്പം നമുക്കതിന്റെ ഒരു കഥാസംഗ്രഹം, നോവലിന്റെ സംഗ്രഹം ഒന്ന് പറഞ്ഞിട്ട്
ഇതിൽ നിന്ന് പ്രതീക്ഷിക്കാവുന്ന ചോദ്യങ്ങളിലേക്ക് കടക്കാം. പ്രവാസ ജീവിതം പ്രമേയമാകുന്ന കൃതികൾ മുൻപും മലയാളത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഭൂലോകത്തിന്റെ വിവിധ പ്രദേശങ്ങളിലേക്ക് ഉപജീവനത്തിനായി പോകുന്നവർ അവരുടെ അതിജീവനത്തിന്റെ കഥകൾ നമുക്ക് മുന്നിൽ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. സാഹിത്യവും സിനിമയും ഒക്കെ ഇത്തരം ജീവിതങ്ങൾ ചിത്രീകരിച്ചിട്ടുണ്ട്. നാം അനുഭവിക്കാത്ത ജീവിതങ്ങളെല്ലാം നമുക്ക് വെറും കെട്ടുകഥകൾ മാത്രമാണ് എന്ന മുഖവുരയോടെയാണ് നോവൽ ആരംഭിക്കുന്നത്. കേന്ദ്ര കഥാപാത്രമായ നജീബ് ഇപ്പോഴും നമുക്കിടയിലുള്ള ഒരു വ്യക്തിയാണ്. 2021 ഏപ്രിൽ മാസം പ്രസിദ്ധീകരിച്ച ഭാഷാഭൂഷണിയിൽ നജീബിനെ പറ്റി ഒരു ഫീച്ചർ വന്നിരുന്നു. നിങ്ങളത് ശ്രദ്ധിച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു. ഭാഷാഭൂഷണിയില് 2021 ഏപ്രിൽ ലക്കത്തില് നജീബിനെ പറ്റി ഒരു ഫീച്ചർ വന്നിരുന്നു. അദ്ദേഹത്തിന്റെ വ്യക്തി ജീവിതത്തെ പറ്റിയാണ് പരാമർശിച്ചിരിക്കുന്നത്. അദ്ദേഹം അനുഭവിച്ച ആ യാതനകൾ ആ നോവലിലെ പ്രതിപാദിക്കപ്പെട്ട വിഷയങ്ങളുമൊക്കെ ചർച്ച ചെയ്തുകൊണ്ടുള്ള ഒരു ഫീച്ചർ. ആ നജീബിന്റെ ജീവിതാനുഭവങ്ങളാണ് നോവലിന് പ്രമേയമായി തീർന്നത്. നജീബ് എന്ന വ്യക്തിയുടെ അനുഭവങ്ങളെ ആധാരമാക്കിയുള്ളതെങ്കിലും ആടുജീവിതം വെറും ഒരു ജീവിത കഥയല്ല എന്ന് ബെന്യാമിൻ തന്നെ പറയുന്നുണ്ട്. അതിന് ഒട്ടേറെ രൂപപരിണാമങ്ങൾ ഇല്ലേ? നോവൽ ഒരു അനുഭവ കഥ നോവലായി തീരുമ്പോൾ അതിന് ഒട്ടേറെ നോവലിസ്റ്റ് നജീബ് അയാളുടെ മരുഭൂമിയിലെ ദുരിതപൂർണ്ണ അനുഭവങ്ങൾ അവയൊക്കെയാണ് ഇതില് ആവിഷ്കരിക്കപ്പെടുന്നത്. പരീക്ഷണങ്ങളെ സഹനബോധത്തോടെ നേരിട്ട് അതിജീവിക്കുവാനുള്ള ആഹ്വാനമാണ് ആടുജീവിതം നൽകുന്നത്. അനുഭവ തീവ്രമായ ഒരു പ്രമേയമാണ് നോവലിൽ ചിത്രീകരിക്കപ്പെടുന്നത്. സ്വപ്നങ്ങളുമായി ഗൾഫിലേക്ക് ജോലിക്കായി പോയി വഞ്ചിക്കപ്പെട്ട് മരുഭൂമിയിലെ ആടുവളർത്തൽ കേന്ദ്രത്തിലെ ഏറ്റവും ഭീതിതമായ സാഹചര്യത്തിൽ 3 വർഷം അടിമപ്പണി ചെയ്യേണ്ടി വന്ന യുവാവിന്റെ ജീവിത കഥ. മാം കേൾക്കുന്നില്ല. മാം വിട്ടുവിട്ട് പോയി, ഒന്നും കേൾക്കാൻ വയ്യ. ഇടയ്ക്ക് റേഞ്ച് പോകുന്നുണ്ടെന്ന് തോന്നുന്നുണ്ടല്ലേ? ഇപ്പൊ കേൾക്കുന്നുണ്ടോ? കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഉണ്ട് മാം. ഇപ്പൊ കേൾക്കാം. ഇടയ്ക്ക് മുറിഞ്ഞു പോകുന്നുണ്ട് റേഞ്ചിന്റെ. ഇടയ്ക്കെല്ലാം മുറിഞ്ഞു പോയൊന്നും കേട്ടില്ല. സാർ ഇവിടെ മഴ ഉണ്ട്, അതാകാം തോന്നുന്നു, സിഗ്നലിന്റെ പ്രശ്നമേ. പറഞ്ഞോളൂ, കേക്കാം. ഇപ്പൊ കേക്കാം. കേൾക്കാം. പരീക്ഷണങ്ങളെ സഹനബോധത്തോടെ നേരിട്ട് അതിജീവിക്കാനുള്ള ആഹ്വാനമാണ് ആടുജീവിതം നൽകുന്നത്. അനുഭവ തീവ്രമായ ഒരു പ്രമേയമാണ് നോവലിൽ ചിത്രീകരിക്കപ്പെടുന്നത്. സ്വപ്നങ്ങളുമായി ഗൾഫിലേക്ക് ജോലിക്കായി പോയി വഞ്ചിക്കപ്പെട്ട് മരുഭൂമിയിലെ ആടുവളർത്തൽ കേന്ദ്രത്തിലെ ഏറ്റവും സാഹചര്യങ്ങളിൽ 3 വർഷം അടിമപ്പണി ചെയ്യേണ്ടി വന്ന യുവാവിന്റെ ജീവിത കഥ. അയാളുടെ മരുഭൂമി ജീവിതത്തിന്റെ തീവ്രതകളിലൂടെയാണ് നോവൽ കടന്നുപോകുന്നത്. 43 അധ്യായങ്ങളാണ് നോവലിനുള്ളത്. നോവലിന്റെ ആരംഭത്തിൽ ബത്തേയിലെ ചെറിയ പോലീസ് സ്റ്റേഷന് മുന്നിൽ ഹമീദ് മൊത്ത് തോറ്റവരെ പോലെ നിൽക്കുന്ന നജീബിനെയാണ് നാം ആദ്യം കണ്ടുമുട്ടുന്നത്. ഫ്ലാഷ് ബാക്ക് രീതിയിലാണ് പിന്നീട് കഥ അവതരിപ്പിക്കപ്പെടുന്നത്. സങ്കീർണമായ കഥാഘടനയൊന്നും നോവലിനില്ല. ലാളിത്യമാർന്ന
ഹലോ, കേൾക്കുന്നുണ്ടോ? കേൾക്കാം മിസ്. ഓക്കെ. നിങ്ങൾക്ക് കേൾക്കുന്നില്ല എന്നുണ്ടെങ്കിൽ പറയണേ കേട്ടോ, വിട്ടു പോകുന്നുണ്ട്. ഓക്കെ. ബത്തേയിലെ പോലീസ് സ്റ്റേഷന് മുന്നിൽ സ്വയം ജയിലിൽ അകപ്പെടാൻ തീരുമാനിച്ചെത്തുന്ന നജീബ്, ഹമീദ് എന്നീ രണ്ട് കഥാപാത്രങ്ങൾ. അവർ ജീവിതം തുടരാനുള്ള കൊതിയിലാണ് അങ്ങനെ തീരുമാനിക്കുന്നത്. പാസ്പോർട്ട്, അതായത് പത്താക്ക ഇല്ലാതെ അവിടെ തുടരുന്നവർ. അനധികൃതമായി അങ്ങനെ വസിക്കുന്നവരെ സ്വാഭാവികമായും അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കുകയാണ് രീതി. അപ്പം അങ്ങനെ അവർക്ക് നാട്ടിലേക്ക് രക്ഷപ്പെടാനുള്ള, ഞാൻ പറഞ്ഞല്ലോ ഫ്ലാഷ് ബാക്ക് രീതിയിലാണ് നോവല് ആഖ്യാനം ചെയ്തിരിക്കുന്നത്. അപ്പം ജയിലിലേക്ക് അകപ്പെട്ട് കഴിഞ്ഞാൽ അവർക്ക് സ്വാഭാവികമായും രക്ഷപ്പെടുവാൻ കഴിയുമെന്നുള്ള ഒരു പ്രതീക്ഷയോടുകൂടി അവർ ജയിലിലേക്ക് പോകുന്നു, അറസ്റ്റ് ചെയ്യപ്പെടുകയാണ്. ആഴ്ചയിൽ ഒരിക്കൽ ജയിലിൽ തിരിച്ചറിയൽ പരേഡ് ഉണ്ട്. അറബികൾക്ക് തങ്ങളുടെ അരികിൽ നിന്നും കടന്നു കളഞ്ഞ തൊഴിലാളികളെ കണ്ടെത്തുവാനുള്ള ദിവസമാണത്. അങ്ങനെ ഒരു ദിവസം ഹമീദിനെ അയാളുടെ അറബി അർബാബ് തിരിച്ചറിഞ്ഞ് കൊണ്ടുപോകുന്നു. അങ്ങനെ ആഴ്ചകൾ പിന്നിട്ട് നജീബിന് മുന്നിലേക്ക് അയാളുടെ അർബാബ് എത്തിച്ചേരുന്നു. ഒരു തോട്ടം തൊഴിലാളിയായിരുന്നു. തോട്ടം തൊഴിലാളിയായിട്ട് ഒരു അറബിയുടെ കീഴിൽ ജോലി ചെയ്തിരുന്ന ഹമീദ് അവിടുത്തെ യാതനകൾ സഹിക്കവയ്യാതെ ഓടി രക്ഷപ്പെട്ടതാണ്. അങ്ങനെ വന്ന ഹമീദിനെ പക്ഷേ അയാളുടെ അർബാബ് തിരിച്ചറിയൽ പരേഡ് ദിവസം തിരിച്ചറിയുകയും അയാളെ വലിച്ചിഴിച്ച് കൊണ്ടുപോവുകയാണ്. ഇങ്ങനെ തന്റെ ഓരോ ദിവസവും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ ആഴ്ചയും ഇങ്ങനെ തിരിച്ചറിയൽ പരേഡ് നടത്തുമ്പോൾ നജീബ് നന്നായി ഭയപ്പെടുന്നുണ്ട്. തന്റെ അർബാബ് വരും, തന്നെ ഒരുപക്ഷെ ഇവിടെ നിന്ന് കൊണ്ടുപോകാം എന്നുള്ള ഒരു ഭീതി അയാളെ വേട്ടയാടുന്നുണ്ട്. അങ്ങനെ ആഴ്ചകൾ പിന്നിട്ടപ്പോൾ നജീബിന്റെ മുന്നിലേക്ക് അയാളുടെ അർബാബ് എത്തിച്ചേരുന്നു. അർബാബിനെ തിരിച്ചറിഞ്ഞപ്പോഴുണ്ടാകുന്ന നടുക്കത്തിൽ നിന്നാണ് മരുഭൂമിയിലെ നജീബിന്റെ ജീവിതകഥ ആരംഭിക്കുന്നത്. നാട്ടിൽ മണൽ വാരൽ തൊഴിലാളിയായി ജോലി ചെയ്തിരുന്ന നജീബ് അയാളുടെ കരുവാറ്റക്കാരൻ സുഹൃത്തിന്റെ ബന്ധു വഴിയാണ് ഗൾഫിലേക്ക് പോയത്. കായംകുളത്തു നിന്നും മുംബൈയിലേക്കും അവിടെ നിന്ന് റിയാദിലേക്കുമുള്ള യാത്രയിൽ നജീബിനൊപ്പം തൊഴിലന്വേഷകനായി ഒരു ചെറുപ്പക്കാരനും കൂടി ഉണ്ടായിരുന്നു, ഹക്കീം. ഈ ആടുജീവിതം നോവലിലെ ഏറ്റവും നമ്മുടെ മനസ്സിൽ തട്ടി നിൽക്കുന്ന, നജീബിനെ പോലെ തന്നെ മനസ്സിൽ തട്ടി നിൽക്കുന്ന മറ്റൊരു കഥാപാത്രമാണ് ഹക്കീം. മരുഭൂമിയിൽ ദാഹിച്ചു മരിച്ച ഒരു ചെറുപ്പക്കാരൻ. റിയാദിൽ വിമാനമിറങ്ങിയ അവർ ആരെയോ അന്വേഷിച്ചു നടന്ന അറബിയെ കണ്ടുമുട്ടുകയും തങ്ങളുടെ സ്പോൺസർ ആണെന്ന്, അതായത് സ്പോൺസറിന് അർബാബ് എന്നാണ് ഇതില് പ്രയോഗം കൊടുത്തിരിക്കുന്നത്, അർബാബ് ആണെന്ന് തെറ്റിദ്ധരിച്ച് അയാളുടെ കൂടെ പോവുകയും ചെയ്യുന്നു. സ്വപ്നങ്ങളുമായാണ് ആ യാത്ര ആരംഭിക്കുന്നത്. അർബാബിനൊപ്പം റിയാദിൽ വിമാനത്താവളത്തിൽ നിന്നും വണ്ടിയിൽ കയറുമ്പോൾ നിറയെ സ്വപ്നങ്ങൾ അയാളുടെ മനസ്സിലുണ്ട്. പക്ഷേ ആ യാത്ര അവസാനിക്കുന്നത് മസറയിലാണ്. വൃത്തിഹീനമായ സാഹചര്യത്തിൽ ആടുകളെയും ഒട്ടകങ്ങളെയും പരിപാലിക്കുന്ന വിശ്രമമില്ലാത്ത ജീവിതമാണ് അയാൾക്ക് വിധിക്കപ്പെട്ടത്. ആ തൊഴിലിൽ അയാൾക്ക് മുന്നേ നിയോഗിക്കപ്പെട്ട ഒരാൾ മസറയിൽ ഉണ്ടായിരുന്നു. ഭീകരരൂപി എന്നാണ് നജീബ് അയാളെ വിശേഷിപ്പിക്കുന്നത്, അല്ലെ? രൂപം കൊണ്ട് പ്രാകൃതനായ ഒരു വ്യക്തി. അയാൾ അധികമൊന്നും സംസാരിക്കുന്നില്ല. അയാളുടെ മുഖത്ത് കാണുന്ന നിർവികാരത നജീബ് മസറയിലെത്തി 3-ാം നാൾ ഭീകരരൂപി അപ്രത്യക്ഷനാകുന്നു. ആ ഭീകരരൂപി ഓടി രക്ഷപ്പെട്ടതെന്നാണ് നമ്മൾ എല്ലാവരും കരുതുന്നത്. പക്ഷേ നോവലിന്റെ അവസാന ഭാഗം ആകുമ്പോഴത്തേക്ക് നമ്മൾ കാണുന്നുണ്ട് അവിടെ നിന്നും രക്ഷപ്പെട്ട്, ഇല്ലേ, തനിക്ക് പകരം മറ്റൊരാൾ ജോലിക്ക് വന്നപ്പോൾ എന്ത് ചെയ്യുകയാണ്, അവിടെ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗം ആലോചിച്ച് രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോൾ അർബാബ് അയാളെ കൊന്ന് കുഴിച്ചു മൂടുന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അവിടെ നിന്നും രക്ഷപ്പെട്ടുപോയ അപ്രത്യക്ഷനായ ഭീകരരൂപി, ഇല്ലേ, ആ ഭീകരരൂപിയായ ആൾക്ക് രക്ഷപ്പെടാൻ കഴിയുമെങ്കിൽ തനിക്കും നാളെ ഇവിടെ നിന്നും രക്ഷപ്പെടാൻ കഴിയുമെന്ന് ഒരു നിമിഷത്തേക്കെങ്കിലും നജീബ് ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ പിന്നീട് ആ നടക്കുന്ന സത്യം തിരിച്ചറിയുമ്പോൾ താൻ ഇതിൽ നിന്നും ഒരിക്കലും
ഈ മസറയിലെ ജീവിതത്തിൽ നിന്നും ഒരിക്കലും തനിക്ക് മോചനമില്ല എന്ന് അയാൾ തിരിച്ചറിയുകയാണ്. ഭീകരരൂപി അപ്രത്യക്ഷനായതിനു ശേഷം മസറയിലെ മുഴുവൻ ജോലികളും നജീബ് തന്നെ ചെയ്യേണ്ടി വരികയാണ്. ആടുകളെയും ഒട്ടകങ്ങളെയും പരിപാലിക്കുക, ഇല്ലേ, ആ ജോലികൾ, ആടുകളെ മേയ്ക്കുവാനായി കൊണ്ടുപോവുക. കുബൂസും പച്ചപ്പാലും മാത്രമാണ് ആഹാരമായി ലഭിക്കുക. പ്രാഥമിക കൃത്യങ്ങൾ നിർവഹിക്കുവാൻ പോലുമുള്ള ജലം ലഭ്യമല്ല. ഏറ്റവും യാതനാപൂർണമായിട്ടുള്ള ജീവിതം. രക്ഷപ്പെടണമെന്ന ആഗ്രഹം നജീബിൽ തീവ്രമായി ഉണ്ടായിരുന്നുവെങ്കിലും അതൊരിക്കലും സാധ്യമാവുകയില്ല എന്ന് ഉറപ്പുവരുത്തുന്നതായിരുന്നു അയാളുടെ പരിസരം. പതിയെ അയാൾ സാഹചര്യത്തോട് പൊരുത്തപ്പെടാൻ തുടങ്ങുകയാണ്. വേദനകൾ അറിയാതെയാവുകയാണ്. നിർവികാരതയിൽ ആകുന്നു അയാൾ. വേദനകളൊന്നും അറിയാതെയാകുന്നു. താൻ പരിപാലിക്കുന്ന ആടുകൾക്കിടയിലേക്ക് അയാൾ കൂടുതൽ അടുക്കുകയാണ്. കാരണം അയാളുടെ ഒറ്റപ്പെടുന്ന ആ ജീവിതത്തിൽ അയാൾക്ക് ഏക ആശ്വാസം എന്ന് പറയുന്നത് താൻ പരിപാലിക്കുന്ന ആടുകൾ മാത്രമാണ്. ആ ആടുകൾക്ക് നാട്ടിലെ കഥാപാത്രങ്ങളുടെയും സ്വന്തക്കാരുടെയും ഒക്കെ പേര് നൽകി അവരുമായി സംവദിച്ചാണ് തന്റെ ഏകാന്ത ജീവിതത്തിനിടയിൽ അയാൾ ആശ്വാസം കണ്ടെത്തുന്നത്. ആടുകൾക്കിടയിൽ ഒരാടായി മാറുന്ന നജീബിനെയാണ് നമുക്ക് ആ ഭാഗങ്ങളിൽ കാണാൻ കഴിയുന്നത്. ഇങ്ങനെ യാതനാപൂർണമായ ആ ജീവിതം മുന്നോട്ട് പോകുന്നു, അല്ലെ. മരുഭൂമിയിലെ വ്യക്തമായ അനുഭവങ്ങളും, ഇല്ലേ, ഓരോ അർബാബിന്റെ പീഡനങ്ങളും ഒക്കെ സഹിച്ചുകൊണ്ട് ദുരിതപൂർണമായ ജീവിതം നയിക്കുന്ന നജീബ്. അങ്ങനെ കുറെ നാളുകൾക്ക് ശേഷം തൊട്ടടുത്തുള്ള മറ്റൊരു മസറയിൽ ഹക്കീമും പണിയെടുക്കുന്നുണ്ടെന്ന് നജീബ് മനസ്സിലാക്കുന്നു. ഹക്കീമിന്റെ മസറയിൽ ഹക്കീമുമായി വീണ്ടും കണ്ടുമുട്ടുന്നു, ഇല്ലേ. അയാളുമായിട്ട് ഇടയ്ക്കൊക്കെ കാണാനുള്ള ഒരു അവസരമൊക്കെ അവര് സൃഷ്ടിച്ചെടുക്കുന്നുണ്ട്. പിന്നീട് ഹക്കീമിന്റെ മസറയിൽ ഇബ്രാഹിം ഖാദരി എന്നൊരു സൊമാലിയക്കാരൻ ജോലിക്കായി എത്തുന്നു. അയാൾ വന്നതോടുകൂടി അവരുടെ ജീവിതത്തിന് മറ്റൊരു തുടക്കമാവുകയാണ്. അവർ മൂവരും ഒന്നിച്ച് മസറയിൽ നിന്ന് പുറത്തു കടക്കുവാനുള്ള അവസരം കാത്ത് ഇരിക്കുന്നു. ഇബ്രാഹിം ഖാദരി ഇവരെ രക്ഷപ്പെടുത്തുവാം, ഈ മസറയിൽ നിന്നും രക്ഷപ്പെടുത്തുവാമെന്ന് അവരോട് പറയുന്നു. അർബാബുമാർ നഗരത്തിൽ വിവാഹ സൽക്കാരത്തിന് പോയ ഒരു രാത്രിയിൽ ഇവർ മൂവരും ചേർന്ന് മസറയിൽ നിന്നും ഓടി രക്ഷപ്പെടുകയാണ്. ഓടി രക്ഷപ്പെടുക എന്ന വാക്കിനെ അന്വർത്ഥമാക്കുന്നത് പോലെയാണ് അവരുടെ കർമ്മങ്ങള്. അവര് നടക്കുകയല്ല, ഓടുകയാണ്. ആ ഒരു രാത്രി കൊണ്ട് എത്ര ദൂരം താണ്ടാൻ കഴിയുമോ അത്രയും ദൂരം ഓടി പോവുക. അർബാബുമാരുടെ മുന്നിൽ നിന്നും കണ്ണിൽ നിന്നും രക്ഷപ്പെടുക എന്നത് മാത്രമായിരുന്നു അവരുടെ ലക്ഷ്യം. അവർ ദിവസങ്ങളോളം രാപകലില്ലാതെ ദാഹവും വിശപ്പും ഒക്കെ സഹിച്ചുകൊണ്ട് മരുഭൂമിയിലൂടെ ഓടുകയാണ്. അനന്തമായ യാത്രയാണ് പിന്നീടുള്ളത്. മരുഭൂമിയിലെ കൊടും ചൂടിൽ ദാഹജൂലം പോലും ഇല്ലാതെ അവർ വലഞ്ഞു. ജീവിക്കാനുള്ള തൃഷ്ണയാണ് അവരെ മുന്നോട്ട് നയിച്ചത്. യാത്രയ്ക്ക് ഭംഗം സൃഷ്ടിക്കുന്ന നിരവധി പരീക്ഷണങ്ങൾ അവർക്ക് യാത്രയിൽ നേരിടേണ്ടി വരുന്നുണ്ട്. എന്നാലും അവർ മുന്നോട്ട് പോകുന്നു. എങ്ങോട്ടെന്നില്ലാതെ ആ മണൽപ്പരപ്പിലൂടെ അവർ ദിവസങ്ങളോളം അലഞ്ഞു നടന്നു. അവരുടെ മുൻപിൽ ഒരു വഴി തെളിയുമ്പോൾ ഏതെങ്കിലും വണ്ടി വന്നു പോയതിന്റെ പാടിനെ പിന്തുടർന്നുകൊണ്ട് പോകുമ്പോഴായിരിക്കും ഒരു മണൽക്കാറ്റ് ആഞ്ഞു വീശുന്നത്. ആ വഴി അവരുടെ മുന്നിൽ അടഞ്ഞു പോവുകയാണ്. ആ മണൽക്കാറ്റിലെ മരുഭൂമിയിലെ ഭൂഘടന തന്നെ മാറി മറിയുന്നുണ്ട്. അപ്പോൾ ഇവര് എങ്ങോട്ടെന്നില്ലാതെ എവിടെയാണ് തങ്ങൾക്ക് രക്ഷപ്പെടാനുള്ള മാർഗം, ഒരു ലക്ഷ്യസ്ഥാനം എന്നറിയാതെ അവർ പായുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. മരുഭൂമിയിലൂടെ ദിവസങ്ങൾ നീണ്ടുനിന്ന പലായനം, ദിശ നഷ്ടപ്പെട്ട് ദാഹവും വിശപ്പും കൊണ്ട് വലഞ്ഞ് അവർ നടക്കുകയാണ്. യാത്രക്കിടയിൽ ദാഹം സഹിക്കവയ്യാതെ മതിഭ്രമം ബാധിച്ച് ഹക്കീം മരിച്ചു വീഴുന്നു. അയാളുടെ ജീവിതം അവിടെ പൊലിയുകയാണ്. ദാഹിച്ച് വരണ്ട്, ഇല്ലേ, മതിഭ്രമം ബാധിച്ചാണ് ഹക്കീം കുഴഞ്ഞു വീഴുന്നത്. പക്ഷേ അവർക്ക് വീണ്ടും, ഇബ്രാഹിമിനും നജീബിനും വീണ്ടും യാത്ര തുടരാതെ നിർവാഹമില്ലായിരുന്നു. അവിടെ നജീബ് മരുഭൂമിയിലെ ആ കൊടും ചൂടിലും വറ്റിപ്പോയ ആ ജീവിതം, അതിനെ ഉപേക്ഷിച്ചുകൊണ്ട് അവർക്ക് മുന്നോട്ട് പ്രയാണം തുടരേണ്ടി വന്നു. ഹക്കീമിനെ നഷ്ടപ്പെട്ടതോടുകൂടി തളർന്നു പോകുന്നുണ്ട് നജീബ്.
തനിക്കിനി യാത്ര വേണ്ട, ഞാൻ ഇനി മുന്നോട്ട് യാത്ര ചെയ്യുന്നില്ല, എനിക്കതിന് സാധിക്കുകയില്ല എന്ന് പറഞ്ഞ് കുഴഞ്ഞ് വീഴുന്ന നജീബിനെയും തോളിലേന്തി ഇബ്രാഹിം ഖാദിരി മുന്നോട്ട് പോവുകയാണ്. അങ്ങനെ കുറെ ദൂരം സഞ്ചരിച്ചു കഴിയുമ്പോൾ ദൂരെ ഒരു മരപ്പച്ച അവർ കണ്ടെത്തുന്നുണ്ട്. ആ ദാഹജലം, കുടിവെള്ളം കാണുമ്പോഴുള്ള ആ ആവേശവും ആക്രാന്തവും അവരുടെ ജീവിതത്തിൽ അല്ലെ, ദാഹജലത്തിനായി അലഞ്ഞു നടന്നിരുന്ന ആ ഒരു യാത്രയിൽ ആ കുടിവെള്ളം കാണുമ്പോൾ, ഒരു ചെറിയ കുളം കാണുമ്പോൾ ആവേശത്തോടുകൂടി അത്യാർത്തിയോടുകൂടി നജീബ് അവിടെ ഓടിയെടുക്കുന്നുണ്ട്. പക്ഷെ ഇബ്രാഹിം ഖാദിരി അവനെ തടഞ്ഞു നിർത്തുന്നു. ആ വെള്ളം വേഗം മുത്തി കുടിക്കാൻ പാടില്ല, പകരം എന്ത് ചെയ്യുന്നു, ചുണ്ടിലേക്ക് ഒരു തുണി നനച്ച് ചുണ്ടിലേക്ക് ആ വെള്ളത്തിന്റെ ഈർപ്പം പകർന്നു കൊടുക്കുകയാണ്, ആ ജീവഗണം പകർന്നു കൊടുക്കുകയാണ് ഇബ്രാഹിം ചെയ്യുന്നത്. അങ്ങനെ അവർ കുറച്ചൊരു ആശ്വാസം വീണ്ടെടുത്തതിന് ശേഷം വീണ്ടും അവർ യാത്ര തുടരും. രക്ഷപ്പെടാൻ കഴിയുമെന്നോർത്ത് ആ വഴിക്ക് പായുന്നു. പക്ഷേ വീശിയടിച്ച മണൽക്കാറ്റിൽ ആ വഴിയും മാഞ്ഞു പോവുകയാണ്. ആ ഒരു സാഹചര്യത്തിൽ അവിടെ തളർന്നു വീഴുകയാണ്. തനിക്കിനിയും ഒരു നടക്കുവാൻ കഴിയുകയില്ല. ഹക്കീമിന് വിധിച്ച വിധി തന്നെ അല്ലാഹു തനിക്കും വിധിച്ചിരിക്കുകയാണ്, താൻ ഇവിടെ തന്നെ മരണമടയും എന്ന് പറഞ്ഞുകൊണ്ട് നജീബ് തളർന്നു വീഴുകയാണ്. ആ തളർന്നു വീഴുന്ന നജീബിനെ ഇബ്രാഹിം ഖാദിരി ഉണർത്തുവാനായിട്ട് ശ്രമിക്കുന്നുണ്ട്, ഇല്ല യാത്ര തുടരാം എന്ന് പറയുന്നുണ്ട്. പക്ഷെ അയാള് പോകുവാൻ തയ്യാറാകുന്നില്ല. അങ്ങനെ അയാൾ കണ്ണടച്ചുകൊണ്ട് അവിടെ കിടക്കുമ്പോഴാണ് രാത്രിയിൽ ദൂരെ വലിയ വാഹനങ്ങളുടെ ഇരമ്പലുകൾ അയാൾക്ക് കേൾക്കാൻ കഴിയുന്നത്. അവസാനം അയാൾ തന്റെ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിയെന്ന് നജീബ് തിരിച്ചറിയുന്നു. പക്ഷെ കണ്ണു തുറന്നു നോക്കുമ്പോൾ ഇബ്രാഹിം ഖാദിരിയെ കാണുന്നില്ല. അയാളെ അവിടെ എല്ലാം അന്വേഷിച്ചു, പക്ഷെ അയാൾ എവിടെയോ അപ്രത്യക്ഷനായിരിക്കുന്നു. അവസാനം നജീബ് നടന്ന് ഹൈവേയിലേക്ക് എത്തുന്നു. ആ പ്രതീക്ഷയിലേക്ക് എത്തിയെങ്കിൽ പോലും എന്താണ്, അതുവഴി കടന്നു പോകുന്ന ഒരു വാഹനം പോലും അയാളെ കൈ കാണിച്ചിട്ടും നിർത്തിയില്ല. അവസാനം ഒരു അറബി അയാളെ അവിടെ നിന്ന് കാറിൽ കയറ്റി അടുത്ത പട്ടണത്തിൽ ഇറക്കുന്നു. ആ പട്ടണത്തിലേക്ക് ഇറങ്ങിച്ചെല്ലുമ്പോൾ, ഒരു മാർക്കറ്റിലാണ് അയാൾ ഇറങ്ങിച്ചെല്ലുമ്പോൾ ചുറ്റും കൂടി നിൽക്കുന്ന ആളുകൾ മാറി നിൽക്കുകയാണ് ഇയാളുടെ ഒരു വികൃത രൂപം കണ്ടിട്ട്. 3 വർഷത്തിലേറെയായി ഇല്ലേ കുളിക്കുകയോ ഇല്ലേ പ്രാഥമിക കൃത്യങ്ങൾ നിർവഹിക്കാനും അതിനു വേണ്ട സൗകര്യങ്ങളൊന്നുമില്ലാതെ തികച്ചും ഭ്രാന്തമായ അവസ്ഥയിൽ ജീവിച്ച അയാളുടെ ശാരീരികമായും മാനസികമായും അയാൾ ഒരു കോലം കെട്ട മനുഷ്യരൂപമാണ്. മനുഷ്യക്കോലം എന്ന് പോലും പറയുവാൻ കഴിയുകയില്ല. അയാളെ കണ്ട് ബാക്കിയുള്ളവർ മാറി നിൽക്കുകയാണ്. കുറെ ദൂരം നടന്നു ചെല്ലുമ്പോൾ അവിടെ ഒരു ഹോട്ടലിന്റെ ബോർഡ് അയാൾ കാണുകയാണ്. മലയാളത്തിൽ എഴുതിയിരിക്കുന്ന ബോർഡ്, മലബാർ റെസ്റ്റോറന്റ്. അത് കണ്ടപ്പോൾ അയാളുടെ ഉള്ളിൽ ഒരു ആശ്വാസം വന്നു. തനിക്ക് ഇവിടെയെങ്കിലും അഭയം കിട്ടുമായിരിക്കുമെന്ന് കരുതി അവിടേക്ക് കയറാൻ തുടങ്ങുമ്പോൾ അവിടെ അതിനു വാതിലിൽ കുഴഞ്ഞു വീഴുകയാണ് നജീബ്. പിന്നീട് 2-3 ദിവസത്തിന് ശേഷമാണ് അയാൾക്ക് ബോധം തിരിച്ചു കിട്ടുന്നത്. അതായത് ആ മനുഷ്യ രൂപമായി അയാൾ പരിവർത്തനപ്പെടുന്നത് 2-3 ദിവസത്തിന് ശേഷമാണ്. ആ ബോധം ലഭിക്കുമ്പോൾ അയാൾ മനസ്സിലാക്കുന്നു മലബാർ റെസ്റ്റോറന്റ് നടത്തിപ്പുകാരനായ കുഞ്ഞിക്കയുടെ മുന്നിലാണ് താൻ എത്തിപ്പെട്ടതെന്ന്. അയാളുടെ പരിചരണത്താൽ പ്രാകൃത രൂപം വെടിഞ്ഞ് മനുഷ്യക്കോലത്തിലേക്ക് നജീബ് തിരിച്ചെത്തുന്നു. 3.5 വർഷത്തിന് ശേഷം അയാൾ നാട്ടിലേക്ക് ആദ്യമായി വിളിക്കുന്നു. എങ്ങനെയെങ്കിലും നാട്ടിൽ തിരിച്ചെത്തണമെന്ന ഉദ്ദേശത്താൽ അയാളും കുഞ്ഞിക്കയുടെ അടുത്ത് വെച്ച് പരിചയപ്പെട്ട ഹമീദും പോലീസ് സ്റ്റേഷനിൽ കീഴടങ്ങുന്നു. അവിടെ ആഴ്ചതോറും നടക്കുന്ന പരേഡിൽ ഒരിക്കൽ അർബാബ് വരുന്നുണ്ട്. നമ്മൾ പറഞ്ഞല്ലോ ഹമീദും നജീബും ജയിലില് കീഴടങ്ങുന്നുണ്ട്, പോലീസ് സ്റ്റേഷനിൽ കീഴടങ്ങുന്നു. ഹമീദിനെ ആദ്യ ദിവസങ്ങളിൽ തന്നെ അയാളുടെ അർബാബ് കണ്ടെത്തി അയാളെ കൂട്ടിക്കൊണ്ടുപോവുകയാണ്. അയാളെ വലിച്ചഴിച്ചുകൊണ്ട് തന്റെ തൊഴിലിടത്തിലേക്ക് തന്നെ തിരിച്ചു കൊണ്ടുപോവുകയാണ്. നജീബ് വീണ്ടും ആഴ്ചകൾ അവിടെ ചിലവഴിക്കുന്നു. ആരും തന്നെ തേടി വന്നില്ല എങ്കിൽ മാത്രമേ തനിക്ക് പുറത്തേക്ക് പോകുവാനുള്ള അനുമതി ഉണ്ടാവുകയുള്ളൂ, ഔട്ട് പാസ് ലഭിക്കുകയുള്ളൂ. അതിന് ആ 4-5 ആഴ്ചകൾക്കുള്ളിൽ അർബാബ് വന്ന് കൂട്ടിക്കൊണ്ടു പോകുവാനുള്ള ഒരു സാധ്യത കൂടി അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ ആഴ്ചകൾ തള്ളി നീക്കുമ്പോൾ ഒരു ദിവസം പരേഡ് നടക്കുമ്പോൾ അവിടെ നജീബിന് തന്റെ അർബാബിനെ തിരിച്ചറിയുന്നു. അർബാബ് തന്റെ അടുക്കലേക്ക് നടന്നു വന്നിട്ടും തന്നെ തിരിച്ചറിയുന്നില്ല.
തന്റെ വിസക്കാരനല്ലാത്തതിനാലാണ് അർബാബ് അർബാബ് തന്നെ ഒഴിവാക്കിയതെന്ന് പോലീസുകാരനിൽ നിന്ന് നജീബ് മനസ്സിലാക്കുന്നു. അത് വലിയൊരു സത്യമായിരുന്നു. അർബാബ് നജീബിനെ തിരിച്ചറിഞ്ഞു. നജീബ് അർബാബിനെ തിരിച്ചറിഞ്ഞതുപോലെ അർബാബും അയാളെ തിരിച്ചറിഞ്ഞു. പക്ഷേ അയാൾക്ക് നജീബിനെ കൂട്ടിക്കൊണ്ടുപോകാൻ കഴിയുകയില്ല. അയാളുടെ വിസ അയാളുടെ കയ്യിലില്ല. തന്റെ വിസക്കാരൻ അല്ലാത്തത് കൊണ്ട് മാത്രമാണ് നജീബ് ഒഴിവാക്കുന്നത്. അത് വലിയൊരു സത്യമായി നജീബ് മനസ്സിലാക്കുന്നു. കാരണം മറ്റാർക്കോ വേണ്ടി ഒരുക്കിയ വിധിയിലേക്കാണ് താൻ സ്വയം ചെന്നുപെട്ടത്. മുമ്പ് റിയാദ് വിമാനത്താവളത്തിൽ നിന്നും ഇയാൾക്കൊപ്പം പോകേണ്ടി വന്നത് മറ്റൊരാൾക്ക് വിധിച്ചു വെച്ചിരുന്ന ആ വിധിയിലേക്ക് താൻ സ്വയം ചെന്നുപെടുകയായിരുന്നുവല്ലോ എന്ന തിരിച്ചറിവിലേക്ക് എത്തുന്നു. അത് വലിയൊരു സത്യമായി അയാളെ ചൂഴ്ന്നു നിൽക്കുകയാണ്. അങ്ങനെ അർബാബ് അയാളെ ഉപേക്ഷിച്ചിട്ട് മടങ്ങുന്നു. ഇല്ലേ, കൂട്ടിക്കൊണ്ടു പോകുന്നില്ല. ഇന്ത്യൻ എംബസി നൽകിയ ഔട്ട് പാസ് മുഖേന അയാൾ അവസാനം നജീബ് നാട്ടിൽ തിരിച്ചെത്തുകയാണ്. ഔട്ട് പാസ് ലഭിച്ച 80 പേർ കൂട്ടത്തോടെ വിമാനത്തിലേക്ക് നടന്നു നീങ്ങുന്നു. വിലങ്ങണിഞ്ഞ 80 ആടുകളെ ഒരു മസറയിലേക്ക് ആട്ടിത്തെളിച്ച് കയറ്റുന്നതായിട്ടാണ് എനിക്കപ്പോൾ തോന്നിയത്. അതിൽ ഒരാട് ഞാനായിരുന്നു. ആടുജീവിതം എന്ന വാചകത്തോടെയാണ് നോവൽ അവസാനിക്കുന്നത്. അപ്പം നജീബ് ജയിലില് അകപ്പെടുന്നതും അവിടെ നിന്ന് രക്ഷപ്പെടുവാനുള്ള ആഗ്രഹത്താലാണ് അവിടെ ചെന്നുപെടുന്നതും പിന്നീട് അർബാബിനെ കണ്ടുമുട്ടുന്നതും ആ നിമിഷം തന്റെ ജീവിതത്തെ ഫ്ലാഷ് ബാക്കിലൂടെ കാണുന്നതും ആ മരുഭൂമിയിലെ യാതനകൾ ആവിഷ്കരിക്കുന്നു. പിന്നീട് ഹക്കീമിനെ വീണ്ടെടുക്കുന്നു. ഹക്കീമും ഇബ്രാഹിം ഖാദിരിയും നജീബും നടത്തുന്ന മരുഭൂമിയിലൂടെയുള്ള സാഹസിക യാത്ര. അവസാനം അയാള് കുഞ്ഞിക്കയുടെ അടുക്കൽ എത്തുന്നു. അവിടെ നിന്ന് അയാൾ രക്ഷപ്പെടാനുള്ള വിസക്കാരനല്ലാത്തത് കൊണ്ട് മാത്രം അയാൾക്ക് തന്റെ ജീവിതം തിരിച്ചു കിട്ടുകയാണ്. അങ്ങനെ വിമാനത്തിലേക്ക് കയറാൻ പോകുന്ന നജീബ് ഔട്ട് പാസ് ലഭിച്ച 80 പേർ കൂട്ടത്തോടെ വിമാനത്തിലേക്ക് നടന്നു നീങ്ങുന്നത് കണ്ടപ്പോൾ 80 ആടുകളെ ഒരു മസറയിലേക്ക് ആട്ടിത്തെളിച്ച് കയറ്റുന്നതായിട്ടാണ് നജീബിന് തോന്നിയത്. അപ്പോൾ അതിൽ ഒരാടായി താനും മാറിയെന്നാണ് നജീബ് പറയുന്നത്. നോവലിന്റെ ഏകദേശം ഒരു സംഗ്രഹമാണ് ഞാൻ പറഞ്ഞത്. ഇനി നമുക്ക് ഈ നോവലിൽ നിന്ന് ചോദിക്കാവുന്ന ചോദ്യങ്ങളിലേക്ക് കടക്കാം. ഈ നോവലിന്റെ നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ പാറ്റേണുകളെല്ലാം എല്ലാവർക്കും പരിചയം ഉണ്ടാകുമെന്ന് കരുതുന്നു. നിങ്ങൾക്ക് കേൾക്കാൻ കഴിയുന്നുണ്ടോ? കേൾക്കുന്നുണ്ടോ? തടസ്സം നേരിട്ടതിൽ ഖേദിക്കണം. ഇടയ്ക്ക് മഴ കൊണ്ടാണ് ഇവിടെ നന്നായിട്ട് മഴ പെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് സിഗ്നൽ കട്ടായി പോയത്. അപ്പം നോവലിനെ പറ്റിയാണ് ഇതുവരെ പരാമർശിച്ചത്, എഴുത്തുകാരനെ പറ്റിയും നോവലിനെ പറ്റിയും. ഇനിയുള്ള ഭാഗം നിങ്ങൾക്ക് വേണ്ട ഭാഗങ്ങളൊക്കെ കുറിച്ച് വെക്കാം. നോവൽ കയ്യിലുണ്ടെങ്കിൽ അടയാളപ്പെടുത്തുകയോ മറ്റോ ചെയ്യാം. നമ്മൾ ഇനി ഈ ഭാഗത്തു നിന്നും ചോദിക്കാവുന്ന ചോദ്യങ്ങളിലേക്കാണ് കടക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും ക്വസ്റ്റ്യൻ പേപ്പറിന്റെ മോഡല് പരിചയമുണ്ടോ? നിങ്ങള് മുൻ വർഷത്തെ ചോദ്യ പേപ്പറുകൾ കണ്ടിട്ടുണ്ടോ? പരീക്ഷയുടെ മാതൃക എങ്ങനെയാണെന്ന് പരിചയപ്പെട്ടിട്ടുണ്ടോ? ഉണ്ടോ? മറുപടി പ്രതീക്ഷിക്കുന്നു. ഓക്കെ, നിങ്ങള് പരിചയിച്ചിട്ടുണ്ടാകാം ഇല്ലേ? നമ്മുടെ നോവൽ, നാടകം, സഞ്ചാര സാഹിത്യം, തിരക്കഥ എന്നീ 4 മേഖലകളിൽ നിന്നുള്ള ചോദ്യങ്ങളാണ് നമ്മുടെ പരീക്ഷ പേപ്പറിൽ വരുന്നത്. 80 മാർക്കിന്റെ 3 മണിക്കൂർ പരീക്ഷ. അപ്പം ഈ പരീക്ഷയിലെ ആദ്യത്തെ വിഭാഗം എന്ന് പറയുന്നത് ഒരു വാക്കിലോ അല്ലെങ്കിൽ പരമാവധി 2 വാക്യത്തിലോ ഉത്തരം എഴുതുവാനുള്ള ചോദ്യങ്ങളാകും ആദ്യത്തെ ഒരു ഭാഗം. രണ്ടാമത്തെ ഭാഗം ഒരു പാരഗ്രാഫിൽ, അതായത് ഒരു ഖണ്ഡികയിൽ കവിയാതെ 8 ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. അടുത്തത് 1.5 പുറത്തിൽ കവിയാതെ, 1.5 പേജ് കവിയാതെ എഴുതാനുള്ള 6 ചോദ്യങ്ങളും
പിന്നെ 3 പുറത്തിൽ കവിയാതെയുള്ള 2 എസ്സേ ചോദ്യങ്ങളുമായിരിക്കും പരീക്ഷയ്ക്ക് ചോദിക്കുന്നത്. അപ്പം എല്ലാ ഭാഗത്തിലും ഉൾപ്പെടുത്തുന്ന ചോദ്യങ്ങൾ ആടുജീവിതത്തിൽ നിന്നും ഉണ്ടാകാം. നമ്മള് മുൻ വർഷങ്ങളിലെ ചോദ്യങ്ങൾ ചോദ്യപേപ്പറുകൾ നിങ്ങൾ സംഘടിപ്പിച്ച് പഠിക്കുക. അപ്പൊ നമുക്ക് നോവലിലേക്ക് വരുമ്പോൾ ഇതിൽ നിന്ന് ചോദിക്കാവുന്ന ഒറ്റവാക്കിലുള്ള ചോദ്യങ്ങൾ. ഇപ്പം നമ്മള് നോവൽ ആടുജീവിതം ആദ്യം പറഞ്ഞതുപോലെ തന്നെ ആടുജീവിതം പഠിക്കുന്നതിനോടൊപ്പം നോവൽ സാഹിത്യത്തെ പറ്റി മലയാള നോവൽ സാഹിത്യത്തെ പറ്റി പൊതുവായിട്ടുള്ള ഒരു ധാരണ കൂടി നിങ്ങൾക്ക് ഉണ്ടാവേണ്ടതാണ്. അപ്പം ആ ഭാഗത്തു നിന്ന് ചോദിക്കാവുന്നത് ചില റെഫറൻസ് കൃതികളുടെ പേരുകളോ അല്ലെങ്കിൽ ആദ്യകാല മലയാള നോവലുകളിലെ ഏതെങ്കിലും ഒക്കെ പേരുകളോ, ഇപ്പം ലക്ഷണമൊത്ത നോവൽ ഇന്ത്യയിലേക്കാണെന്നോ സാമുദായിക നോവൽ ഏതാണെന്നോ അല്ലെ നവോത്ഥാന കാലഘട്ടത്തെ പ്രതിനിധീകരിക്കുന്ന നോവലിസ്റ്റുകൾ ആരാണെന്നോ ആധുനിക ഘട്ടത്തെ പ്രതിനിധീകരിക്കുന്ന ആരൊക്കെയാണെന്നോ ഉള്ള സാമാന്യമായി ചോദ്യങ്ങളൊക്കെ ചോദിച്ചിരിക്കാം. എന്നാലും സാഹിത്യ ചരിത്രം നമ്മൾ പരിചയിക്കുമ്പോൾ മലയാള നോവൽ സാഹിത്യ ചരിത്രം എഴുതിയത് ആരാണ് എന്ന ഒരു ചോദ്യം മുൻ വർഷങ്ങളിൽ വന്നിട്ടുണ്ട്. മലയാള നോവൽ സാഹിത്യ ചരിത്രം ഡോക്ടർ KM തരകനാണ് ഇത് എഴുതിയത്. പിന്നെ KP അപ്പന്റെ മാറുന്ന മലയാള നോവൽ, PK ബാലകൃഷ്ണന്റെ നോവൽ സിദ്ധിയും സാധനയും, MB പോളിന്റെ നോവൽ സാഹിത്യം, ജോർജ് ഇരുമ്പയത്തിന്റെ മലയാള നോവൽ 19-ാം നൂറ്റാണ്ടിൽ, ഡോക്ടർ D ബെഞ്ചമിന്റെ നോവൽ സാഹിത്യ പഠനങ്ങൾ, PK രാജശേഖരന്റെ അന്ധനായ ദൈവം, ഇവയൊക്കെ പ്രധാനപ്പെട്ട ചില നോവൽ പഠനങ്ങളാണ്. അപ്പം ഈ നോവൽ പഠനങ്ങൾ മലയാള നോവൽ സാഹിത്യ ചരിത്രം ആരാണ് എഴുതിയതെന്ന് ചോദിക്കാം. ഡോക്ടർ KM തരകൻ, മാറുന്ന മലയാള നോവൽ KP അപ്പൻ, നോവൽ സിദ്ധിയും സാധനയും PK ബാലകൃഷ്ണൻ, നോവൽ സാഹിത്യം MB പോൾ. അപ്പം ആ നോവൽ സാഹിത്യവുമായി ബന്ധപ്പെട്ട് വരാവുന്ന ചോദ്യങ്ങൾ ഇവയൊക്കെയാണ്. പിന്നീട് നമ്മുടെ എഴുത്തുകാരനിലേക്ക് കടക്കുമ്പോൾ ബെന്യാമിൻ ബെന്യാമിന്റെ യഥാർത്ഥ നാമം നമ്മൾ മുമ്പ് പറഞ്ഞു, ബെന്നി ഡാനിയേൽ എന്നാണ്. അദ്ദേഹത്തിന്റെ നോവലുകൾ ഏതൊക്കെയാണെന്ന് നമ്മൾ പറഞ്ഞിരുന്നു. അതേപോലെ ആടുജീവിതത്തിന്റെ ആദ്യ പതിപ്പ് ഇറങ്ങിയ വർഷം 2008 ഓഗസ്റ്റ് മാസമാണ്. ഗ്രീൻ ബുക്സ് ആണത് പ്രസിദ്ധീകരിച്ചത്. 2009 കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ആടുജീവിതത്തിന് ലഭിച്ചു. അതിനോടൊപ്പം തന്നെ മറ്റു ചില അവാർഡുകളും ആടുജീവിതത്തിന് ലഭിച്ചിട്ടുണ്ട്. അബുദാബി ശക്തി അവാർഡ്, നോർക്ക റൂട്ട്സ് പ്രവാസി അവാർഡ്, യൂത്ത് ഇന്ത്യ അവാർഡ് 2011, പട്ടത്തുവിള കരുണാകരൻ ബഹുമതി എന്നിവയൊക്കെ ആടുജീവിത നോവലിന് ലഭിക്കുകയുണ്ടായി. 2012 ആടുജീവിതത്തിന്റെ ഇംഗ്ലീഷ് പതിപ്പ് പ്രസിദ്ധീകരിച്ചു. പെൻഗ്വിൻ ബുക്സ് 2012 ഗോഡ് ഡേയ്സ് എന്ന ഇംഗ്ലീഷ് പതിപ്പ് പ്രസിദ്ധപ്പെടുത്തിയത്. അറേബ്യൻ നാടുകളുടെ രാഷ്ട്രീയവും ഭരണവും ഉൾക്കൊള്ളിച്ചുകൊണ്ട് 2 ഭാഗങ്ങളിലായി ബെന്യാമിൻ എഴുതിയ നോവലുകളാണ് അൽ അറേബ്യൻ നോവൽ ഫാക്ടറിയും മുല്ലപ്പൂ നിറമുള്ള പകലുകളും. അറേബ്യൻ നാടുകളിലെ രാഷ്ട്രീയവും ഭരണവും ഉൾക്കൊള്ളിച്ചുകൊണ്ട് 2 ഭാഗങ്ങളിലായി എഴുതിയ നോവൽ ദ്വയങ്ങൾ എന്നാണ് അതിനെ വിശേഷിപ്പിക്കപ്പെടുന്നത്. ആ നോവലുകളാണ് അൽ അറേബ്യൻ നോവൽ ഫാക്ടറിയും മുല്ലപ്പൂ നിറമുള്ള പകലുകളും. ഇത് മുൻ വർഷം 2019 ചോദിച്ച ഒരു ചോദ്യമായിരുന്നു, ബെന്യാമിന് JCB പുരസ്കാരം ലഭിച്ച കൃതി ഏതാണെന്നുള്ളത്. മുല്ലപ്പൂ നിറമുള്ള പകലുകൾ എന്ന കൃതിയുടെ പരിഭാഷയ്ക്കാണ് ആ അവാർഡ് അദ്ദേഹത്തിന് ലഭിച്ചത്. ജാസ്മിൻ ഡേയ്സ് എന്നാണ് ഇംഗ്ലീഷ് പരിഭാഷ. ആ പരിഭാഷക ഷഹനാസ് ഹബീബാണ്. ആ പരിഭാഷയ്ക്കാണ് JCB പുരസ്കാരം ബെന്യാമിന് ലഭിച്ചത്. 2018 JCB പുരസ്കാരം മുല്ലപ്പൂ നിറമുള്ള പകലുകൾ, ജാസ്മിൻ ഡേയ്സ് എന്ന പരിഭാഷയ്ക്ക്. ഈ ആടുജീവിതത്തിന് അറബി വിവർത്തനം ഉണ്ടായിട്ടുണ്ട്. തിരൂർ സ്വദേശിയായ സുഹേൽ വാഫിയാണ് അറബി വിവർത്തനം തയ്യാറാക്കിയത്. അയാമുൽ ഇയാസ് എന്നാണ് ഈ വിവർത്തനത്തിന്റെ പേര്. പക്ഷെ ആ പുസ്തകം നിരോധിക്കപ്പെട്ടു ഗൾഫ് രാജ്യങ്ങളിൽ. ഒപ്പം തന്നെ അദ്ദേഹത്തിന്റെ കൃതികളെല്ലാം തന്നെ നിങ്ങൾ
പഠിച്ചിരിക്കേണ്ടതാണ്. ചോദ്യം ചോദിക്കാവുന്നതാണ്. ബെന്യാമിന്റെ രചനകൾ, പ്രധാനപ്പെട്ട നോവലുകൾ ഏതെല്ലാമാണെന്ന്. അക്കപ്പോരിന്റെ 20 നസ്രാണി വർഷങ്ങൾ, ബൈബിൾ ഇതിവൃത്തമായി വരുന്ന അബീശകിൻ, അറേബ്യൻ നാടുകളുടെ ഭരണവും രാഷ്ട്രീയവും ഒക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് 2 ഭാഗങ്ങളിലായി എഴുതിയ അൽ അറേബ്യൻ നോവൽ ഫാക്ടറിയും, മുല്ലപ്പൂ നിറമുള്ള പകലുകളും, മഞ്ഞവയിൽ മരണങ്ങൾ, രാജകന്മാരുടെ 2ാം പുസ്തകം, മാന്തളിരിലെ 20 കമ്മ്യൂണിസ്റ്റ് വർഷങ്ങൾ, മരീചിക, ശരീരശാസ്ത്രം എന്നിവയാണ് അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട നോവലുകൾ. കുടിയേറ്റം, പ്രവാസത്തിന്റെ മലയാളി വഴികൾ എന്ന കൃതിയും അദ്ദേഹം രചിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട കഥാസമാഹാരങ്ങൾ EMS-ഉം പെൺകുട്ടിയും, യുദ്ധനേസിയ, മനുഷ്യൻ എന്ന സഹജീവി എന്നീ കൃതികളാണ്. ഏത് വർഷമാണ് അദ്ദേഹത്തിന് കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചതെന്നുള്ള ചോദ്യം വരാവുന്നതാണ്. 2009 കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം അദ്ദേഹത്തിന് ലഭിച്ചത്. 2008 ആഗസ്റ്റ് മാസത്തിലാണ് ആടുജീവിതം പ്രസിദ്ധീകരിക്കപ്പെടുന്നത്. അപ്പം ആ കാര്യങ്ങളെല്ലാം നിങ്ങൾ, എഴുത്തുകാരനെ പറ്റി, അദ്ദേഹത്തിന്റെ യഥാർത്ഥ നാമം എന്താണ്, അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട കൃതികളാണ് എന്തൊക്കെയാണ്, അദ്ദേഹത്തിന് ലഭിച്ച അവാർഡുകൾ ഏതൊക്കെയാണ്, ഏതൊക്കെ കൃതിക്കാണ് അവാർഡുകൾ ലഭിച്ചത് എന്ന് കൂടി നിങ്ങൾ നോക്കിയിരിക്കുക. 1 വേർഡ് ചോദ്യങ്ങൾ ആ രീതിയിലാണ് എഴുത്തുകാരനെ മുൻനിർത്തി ചോദിക്കുവാൻ സാധ്യതയുള്ളത്. ഇനി നമുക്ക് നോവലിൽ നിന്ന് വരാവുന്ന ചോദ്യങ്ങൾ. കേൾക്കാൻ കഴിയുന്നുണ്ടല്ലോ അല്ലെ? കേൾക്കുന്നുണ്ടോ? യെസ് മാം. ഇനി നമുക്ക് നോവലിലേക്ക് വരാം. നോവലിൽ നിന്ന് ചോദിക്കാവുന്ന ചോദ്യങ്ങൾ. നമുക്ക് 43 അധ്യായങ്ങളിലായിട്ട് നീണ്ടുകിടക്കുന്ന നോവലാണ്. അതില് ഏറ്റവും കൂടുതൽ പ്രതിപാദിക്കപ്പെടുന്നത് മരുഭൂമിയിലെ ജീവിതമാണ്, ഇല്ലേ? ഇതിലെ കുറച്ച് കഥാപാത്രങ്ങൾ മാത്രമേ നമുക്ക് കാണാൻ കഴിയുകയുള്ളൂ. അതിലെ കടന്നു വരുന്ന കഥാപാത്രങ്ങള്, പ്രധാനപ്പെട്ട കഥാപാത്രങ്ങൾ ആരൊക്കെയാണ്? നജീബ്, ഇബ്രാഹിം ഖാദരി, ഹക്കീം, അർബാബ്, കുഞ്ഞിക്ക, ഹമീദ് എന്നിവരാണ് മുൻനിരയിലേക്ക് വരുന്ന കഥാപാത്രങ്ങൾ. പിന്നെ നമ്മള് നജീബിന്റെ ായ സുഹൃത്തിനെ പറ്റി, അയാളുടെ അളിയനെ പറ്റിയും നബീലിനെ പറ്റിയും ഒക്കെ ഇയാളുടെ ഓർമ്മയിൽ നിന്ന് വീണ്ടെടുക്കുകയാണ് ചെയ്യുന്നത്. ഇത്രയും കുറച്ച് കഥാപാത്രങ്ങൾ മാത്രമേ ഈ നോവലില് കടന്നു വരുന്നുള്ളൂ. ആടുകളുടെ ഒരു ലോകവും മരുഭൂമിയിലെ ജീവിതവുമാണ് ഈ നോവലിലെ പ്രധാനപ്പെട്ട കഥാപാത്രങ്ങൾ. ഇതിനിടയിൽ നമ്മൾ ശ്രദ്ധിക്കപ്പെടേണ്ട മറ്റൊരു കഥാപാത്രമാണ് ഭീകരരൂപി എന്ന് പറയുന്ന ആള്, ഇല്ലേ? നജീബ് മസ്രയിലേക്ക് വരുമ്പോൾ ആദ്യം കണ്ടുമുട്ടുന്ന, ഇല്ലേ, തന്റെ തൊഴിലിലെ തനിക്ക് മാർഗം തെളിയിച്ചു തന്ന ഒരാളാണ് ആര്? ഭീകരരൂപി. അയാളുടെ പേരില്ല, അയാളുടെ രൂപം കൊണ്ട് അയാൾക്ക് നമ്മൾ ഭീകരരൂപി എന്ന് പേര് കൊടുത്തു. അപ്പം ഇത്രയും കഥാപാത്രങ്ങൾ അതിന്റെ സവിശേഷതകൾ എഴുതുവാനായിട്ട് ചോദിക്കാം. അപ്പം ആ ഒരു ഭീകരരൂപിയെ പറ്റി ചോദിക്കാം. മരുഭൂമിയിൽ വെച്ച് കണ്ടുമുട്ടുന്ന ഭീകരരൂപി, അയാള് എന്താ, നിർജീവമായ, ഇല്ലേ, നിർവികാരനായ ഒരു വ്യക്തി. ഭീകരരൂപി, നജീബ്, ഇബ്രാഹിം ഖാദരി, അയാളെ പറ്റി ചോദിക്കാം. ഹക്കീമിനെ പറ്റി ചോദിക്കാം. അവരുടെ ജീവിതാനുഭവങ്ങളിലൊക്കെ ആ കഥാപാത്രങ്ങളെയൊക്കെ നിരൂപണം ചെയ്യുവാനായിട്ട് ചോദ്യം പ്രതീക്ഷിക്കാവുന്നതാണ്. ആ ആടുജീവിതത്തിന്റെ 1-4 അധ്യായങ്ങളില് ബത്തേയിലെ പോലീസ് സ്റ്റേഷനിൽ കീഴടങ്ങാൻ വരുന്ന നജീബിനെ ഹമീദിനെയുമാണ് ചിത്രീകരിക്കുന്നത്. അവരുടെ ജയിൽ ജീവിതവുമാണ് ആദ്യത്തെ 1-4 അധ്യായങ്ങളിൽ ചിത്രീകരിച്ചിരിക്കുന്നത്. അപ്പം അതില് ആദ്യ ഭാഗത്ത് പറയുന്നുണ്ട്, ഒരാൾ സ്വയം ആഗ്രഹിച്ച് ജയിലിനുള്ളിൽ അകപ്പെടാൻ കാരണമാകുന്നുവെങ്കിൽ അയാൾ അതിനു മുൻപ് വേദനയുടെ എത്ര തീ തിന്നിട്ടുണ്ടാകുമെന്ന് നിങ്ങൾക്ക് ഊഹിക്കാനാകുമോ എന്ന് നജീബ് ചോദിക്കുന്നുണ്ട്. അപ്പം ആ നജീബ് ജയിലിലേക്ക് അകപ്പെടുവാനുണ്ടായ ഒരു സാഹചര്യം, ഇല്ലേ, അതിന് ആ ജയിലിൽ നമ്മൾ മുമ്പ് പറഞ്ഞു, ഫ്ലാഷ് ബാക്ക് രീതിയിലാണ് ഈ നോവൽ അവതരിപ്പിച്ചിരിക്കുന്നത്. അപ്പൊ ആ ജയിലിനുള്ളിൽ അകപ്പെടാൻ കാരണമാകുന്നുവെങ്കിൽ അതിനു മുമ്പ് വേദനയുടെ എത്ര തീ തിന്നിട്ടുണ്ടാകുമെന്ന് നിങ്ങൾക്ക് ഊഹിക്കാനാകുമോ? ഇതിന്റെ സന്ദർഭം ചോദിക്കാം. പിന്നീട്, ലോകത്തിൽ ഒരു കലാകാരനും പുനരാവിഷ്കരിക്കാൻ കഴിയാത്ത ജീവിതത്തിന്റെ ഒരു പച്ച നിമിഷം എന്ന് പറയുന്ന ഭാഗം, അത് ചോദിച്ചിട്ടുള്ളതാണ്. അതായത് ജയിലിൽ അറബികൾ തങ്ങളുടെ തൊഴിലാളികളെ കണ്ടെത്താൻ എത്തുമ്പോൾ
ഹമീദിനെ അയാളുടെ അർബാബ് തിരിച്ചറിയുന്ന നിമിഷമാണ് ഇവിടെ അവതരിപ്പിക്കുന്നത്. പിന്നീട് ഭീകരജീവിയെ കാണുന്ന നിമിഷം നജീബ് പറയുന്ന വികാരങ്ങൾക്ക് ഭാഷ വേണ്ടല്ലോ എന്നുള്ള ഒരു പ്രയോഗമുണ്ട് ഇല്ലേ. ഭീകരജീവിയുമായി ആദ്യം സമ്മതിക്കുമ്പോൾ ഇല്ലേ, അയാൾ ഹിന്ദിയിലോ അറബിയിലോ മറ്റോ എന്തൊക്കെയോ സംസാരിക്കുകയാണ്. പക്ഷെ അതൊന്നും ഇയാൾക്ക് നജീബിന് മനസ്സിലാവുന്നില്ല. പക്ഷെ അയാളുടെ മുഖത്തുള്ള വികാരങ്ങൾ കണ്ടിട്ട് അയാളുടെ അവസ്ഥ നജീബിന് മനസ്സിലാകാൻ കഴിയുന്നുണ്ട്. അതാണ് വികാരങ്ങൾക്ക് ഭാഷ വേണ്ടല്ലോ എന്നുള്ള പ്രയോഗം. അടുത്ത ചോദ്യം വരുന്നത് ആദ്യത്തെ അധ്യായങ്ങളിൽ നിന്നാണ്. ഒരിക്കലും രക്ഷപ്പെടാനാവാത്ത വിധം എന്റെ ജീവിതം ആ ആടുകളുടെ ഇടയിൽ ബന്ധപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു എന്ന് ആ നിമിഷം എനിക്ക് ബോധ്യം വന്നു. താനവിടെ നിയോഗിക്കപ്പെട്ടു എന്ന് തിരിച്ചറിഞ്ഞ നിമിഷം. അത് സന്ദർഭം ചിലപ്പോൾ ചോദിക്കാം. അടുത്തത്, ആവശ്യകതയും സാഹചര്യവുമാണ് ഒരു കണ്ടുപിടുത്തത്തിന്റെ മഹത്വം നിർണയിക്കുന്നതെങ്കിൽ അതെന്നെ സംബന്ധിച്ചിടത്തോളം മറ്റേത് കണ്ടുപിടുത്തത്തെക്കാളും മഹത്തരം തന്നെയായിരുന്നു എന്നുള്ള അടുത്ത ഇതിന്റെ സന്ദർഭം ചോദിക്കാം. ആവശ്യകതയും സാഹചര്യവുമാണ് ഒരു കണ്ടുപിടുത്തത്തിന്റെ മഹത്വം നിർണയിക്കുന്നതെങ്കിൽ അതെന്നെ സംബന്ധിച്ചിടത്തോളം മറ്റേത് കണ്ടുപിടുത്തത്തെക്കാളും മഹത്തരം ആയിരുന്നു അല്ലെ. ഭീകരജീവിയുടെ കട്ടലിനടിയിൽ ചുരുണ്ടുകൂടാനുള്ള ഒരു സ്ഥലം, വാസസ്ഥലം അയാൾ കണ്ടെത്തുന്നതിനെ പറ്റിയാണ് പറയുന്നത്. അടുത്തത് അധ്യായം 12 ഞാൻ ഇന്നലകളെ കുറിച്ച് വ്യാകുലപ്പെടുകയോ നാളെകളെ കുറിച്ച് ആകാംക്ഷപ്പെടുകയോ ചെയ്തില്ല. ഇന്നിനെ എങ്ങനെ നേരിടാമെന്നു മാത്രം ചിന്തിച്ചു. ഇതിന്റെ സന്ദർഭം ചോദിക്കാവുന്നതാണ്. ഇന്നലകളെ പറ്റിയും നാളെകളെ പറ്റിയും ഒന്നും അയാൾക്ക് ചിന്തിക്കാൻ കഴിയുകയില്ല ഇല്ലേ. നജീബിന് ഇന്നിനെ പറ്റി മാത്രം നേരിടാമെന്ന് മാത്രമാണ് അയാൾ ചിന്തിക്കുന്നത്. സാഹചര്യം ഒക്കെ ചോദിക്കാവുന്നതാണ്. അധ്യായം 19 ഒരു വാക്കുണ്ട്, ഒരു വാചകമുണ്ട്. ഞാൻ പേപ്പർ മടക്കി, പിന്നെ കണ്ണടച്ചിരുന്നു, കുറെ കരഞ്ഞു. ആ കത്തല്ല, ആ കരച്ചിലായിരുന്നു എന്റെ സത്യം, ആരും വായിക്കാത്ത സത്യം. മരുഭൂമിയിലെ ജീവിതത്തിലെ ഇടയിൽ ഒരു ദിവസം ഇയാൾ എന്ത് ചെയ്യുന്നുണ്ട്? അയാളുടെ സ്വപ്നങ്ങളും പ്രതീക്ഷകളും ഇല്ലേ, ഗൃഹാതുരത ഉണർത്തുന്ന ഓർമ്മകളും ഒക്കെ വന്നപ്പോൾ അയാൾ തന്റെ ഭാര്യയായ സൈനുവിന് കത്തെഴുതുവാൻ തീരുമാനിക്കുന്നുണ്ട് ഇല്ലേ. അത് അയക്കുവാൻ വേണ്ടിയിട്ടുള്ളതല്ല ഇല്ലേ, അത് എങ്ങും എത്തിച്ചേരുകയില്ല എന്ന് അയാൾക്ക് നല്ല ബോധ്യമുണ്ട്. എങ്കിൽ പോലും തന്റെ മാനസിക വികാരങ്ങൾ ഇല്ലേ, തന്റെ ജീവിതവും ഒക്കെ അതിൽ പകർത്തി വയ്ക്കുവാനായിട്ട് ശ്രമിക്കുകയാണ്. എഴുതിയിട്ട് അവസാനം അയാൾ എന്ത് ചെയ്യുന്നു? കണ്ണടച്ചിരിക്കുകയാണ്. എന്നിട്ട് കുറെ നേരം കരഞ്ഞു. ആ കത്തായിരുന്നില്ല അയാളുടെ ജീവിതം, ശരിക്കും ആ കരച്ചിലായിരുന്നു തന്റെ ജീവിത സത്യമെന്ന് തിരിച്ചറിയുന്നു. അധ്യായം 19 നിന്ന് വരാവുന്ന ഒരു ചോദ്യമാണത്. പിന്നെ അധ്യായം 20 പറയുന്നുണ്ട്, ഒരു മഴരാത്രി ചിത്രീകരിക്കുന്നുണ്ട്. അർബാബ് ഇല്ലേ, ഇടിയും മിന്നലും വെട്ടുമ്പോൾ അർബാബ് ഭയപ്പെടുന്നുണ്ട്. ഭയപ്പെട്ട് ഇല്ലേ പിറ്റേന്ന് അയാള് എങ്ങോട്ടോ വണ്ടിയുമായി രക്ഷപ്പെടുന്നുണ്ട്. പക്ഷെ ആ രാത്രിയിൽ ഒരു പക്ഷേ നജീബിന് അവിടെ നിന്നും രക്ഷപ്പെടാമായിരുന്നു. തന്നെ പിന്തുടരാൻ അർബാബ് വരികയില്ല. പക്ഷേ ആ നിമിഷം അയാൾ ഉപയോഗിക്കുന്നില്ല. ആ വാചകം ഇങ്ങനെയാണ്: കൊതിച്ചു കൊതിച്ചിരുന്ന സുവർണപാത്രം കയ്യിൽ കിട്ടിക്കഴിയുമ്പോൾ അനാഥമായി വലിച്ചെറിയുന്നവർ, അതപ്പോൾ ഉപയോഗിക്കാതിരിക്കുക എന്നതും നമ്മുടെ ജീവിതത്തിലെ ഒരു നിയോഗമാണ് ഇല്ലേ. നമ്മുടെ കൊതിച്ചിരുന്ന ഒരു സുവർണപാത്രം കയ്യിൽ കിട്ടിക്കഴിയുമ്പോഴും അനാഥമായി വലിച്ചെറിയുകയാണ്. ചിലപ്പോൾ അതായിരിക്കും അപ്പോൾ അനുയോജ്യമായ ഒരു തീരുമാനം. അപ്പോൾ അത് ഉപയോഗിക്കാതിരിക്കുക എന്നത് നമ്മുടെ ജീവിതത്തിൽ ഒരു നിയോഗമായി മാറുമെന്നാണ് പറയുന്നത്. അധ്യായം 20 ആ ഭാഗം കൊടുത്തിട്ടുള്ളത്. സന്ദർഭം ചോദിക്കാം. അടുത്തത് അധ്യായം 21 ഒരിക്കലും തിരിച്ചറിയാനാവാത്ത വിധം ഒരു മനുഷ്യന്റെ ശരീര ഭൂപടം മാറ്റി വരയ്ക്കുവാൻ സാഹചര്യങ്ങൾക്ക് കഴിയുമെന്ന് ഞാൻ അപ്പോൾ ഭീതിയോടെ മനസ്സിലാക്കി. പേജ് നമ്പർ അധ്യായം 21 ഇത് ഹക്കീമിനെ നജീബ് അടുത്തുള്ള മസറയിൽ കണ്ടെത്തുന്ന നിമിഷമാണ്. ഒരു മനുഷ്യന്റെ ശരീര ഭൂപടം ഒരിക്കലും തിരിച്ചറിയാനാവാത്ത വിധം മാറ്റിമറിക്കുവാൻ സാഹചര്യങ്ങൾക്ക് കഴിയുമെന്ന് ഭീതിയോടെ ഹക്കീമിനെ കാണുമ്പോൾ നജീബ് മനസ്സിലാക്കുകയാണ്. ഇത് കൃത്യമായിട്ടും വരാവുന്ന ഒരു പരീക്ഷയ്ക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു ചോദ്യമാണ്. ഏത് സന്ദർഭമാണ് എന്ന് ചോദിക്കാം. ഹക്കീമിനെ ഇല്ലേ, മസറയിലെ ജീവിതം നജീബിനെ തന്റെ മുഖം കാണുവാനായിട്ട് കഴിയുന്നില്ല. തന്റെ അനുഭവം അല്ലെ, തന്റെ കണ്ണാടിയൊന്നുമില്ല, തന്റെ രൂപം എങ്ങനെയായി തീർന്നു എന്ന് നജീബിനെ കാണുവാൻ കഴിയുന്നില്ല. അവസാന ഭാഗങ്ങളിൽ, നോവലിന്റെ അവസാന ഭാഗത്ത് പറയുന്നുണ്ട്,
തനിക്ക് തന്റെ ഭീകരരൂപം കാണാൻ കഴിഞ്ഞില്ലല്ലോ, അല്ലേ? ബാക്കിയുള്ളവരെല്ലാം തന്റെ രൂപം, അവസാന ബോധം വരുന്ന കുഞ്ഞിക്കയെ രക്ഷപ്പെടുത്തി കുഞ്ഞിക്കയുടെ അടുക്കൽ വരുമ്പോൾ രൂപം തിരിച്ചു കിട്ടുമ്പോൾ എല്ലാം വടിച്ച് ഒരു തിരിച്ച് മനുഷ്യക്കോലത്തിലേക്ക് എത്തിയതിനു ശേഷമാണ് അയാൾക്ക് ബോധം വീണ്ടും കിട്ടുന്നത്. പക്ഷേ അയാൾക്ക് തന്റെ ആ ഭീകരാവസ്ഥ, ഇല്ലേ, ആ ഭീകരരൂപിയോളം, നമ്മൾ ആദ്യം പരിചയപ്പെട്ട ഭീകരരൂപിയേക്കാൾ ഭീകരരൂപിയായ ഒരു രൂപമായിരുന്നു ആർക്ക്? നജീബിന് ഉണ്ടായിരുന്നത്. ഹക്കീമിനെ കണ്ടപ്പോഴാണ് അയാൾക്കത് ബോധ്യപ്പെടുന്നത്. അത് ചോദിക്കാവുന്ന ഒരു ചോദ്യമാണ്. അടുത്തത് മസറയിലെ നജീബിന്റെ ജീവിതത്തെ പറ്റി. ആടുകൾക്കിടയിൽ ആടായി മാറി ജീവിച്ച നജീബ്. അതില് നമ്മൾ പറയുന്നുണ്ട്, അയാള് നജീബിന് ഓരോ ആടുകളുടെയും ശാരീരികമായ പ്രത്യേകതകളൊക്കെ മുൻനിർത്തിക്കൊണ്ട് ഓരോ പേരുകൾ നൽകുന്നുണ്ട്. പോച്ചക്കാരി രമണി, അറവു റാവുത്തർ, മേരി മൈമുന, ഇണ്ടിപ്പോക്കർ, ഞണ്ടു രാഘവൻ, അമ്മിണി, കൗസു, നബീൽ എന്നിങ്ങനെ തന്റെ ജീവിത സന്ദർഭങ്ങളിലെ ഓരോ മുഖങ്ങളോട് ആ മസറയിലുള്ള ആടുകളെ ഇയാൾ ചേർത്ത് വെക്കുന്നുണ്ട്, അല്ലെ? തന്റെ പഴയ കാമുകിയെയും, അല്ലെ, തന്റെ നാട്ടിൻപുറത്ത് പരിചയമുള്ള ആൾക്കാരെയും ഒക്കെ, അല്ല, തനിക്ക് പരിചയമുള്ള തന്റെ സിനിമാ നടന്മാരുടെയും, അല്ലെ, രാഷ്ട്രീയ നേതാക്കളെയൊക്കെ ഇതിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. ഓരോ മുഖം, തന്റെ ജീവിത സന്ദർഭങ്ങളിൽ കടന്നു വന്നിട്ടുള്ള ഓരോ മുഖങ്ങളെ ഇതിലൂടെ ചേർത്ത് വയ്ക്കുവാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ഏറ്റവും അസഹനീയമായ സാഹചര്യത്തോട് പൊരുത്തപ്പെട്ട് ആടുകൾക്കിടയിൽ ഒരാടായി അയാള് ജീവിക്കുകയാണ് അവിടെ ചെയ്യുന്നത്. ഹക്കീമിന്റെയും മസറയിലെ ജീവിതത്തെ പറ്റി ചോദ്യം വരാവുന്നതാണ്. അയാളുടെ എങ്ങനെയായിരുന്നു ആടുകൾ മൊത്തമുള്ള അയാളുടെ ജീവിതം എങ്ങനെയാണ് ചിത്രീകരിച്ചിരിക്കുന്നതെന്ന് ചോദിക്കാവുന്നതാണ്. ആടുകളെ പരിപാലിക്കുന്നതും, ഇല്ലേ, വളരെ ശാസ്ത്രീയമായ രീതിയിൽ അതെല്ലാം പഠിച്ചെടുക്കുന്നതും അതിനോട് പൊരുത്തപ്പെട്ട് ജീവിക്കുന്ന നജീബ്. പിന്നീട് ഹക്കീമിന്റെയും നജീബിന്റെയും ഇടയിലേക്ക് ദൈവദൂതനെ പോലെ കടന്നു വന്ന ഇബ്രാഹിം ഖാദരിയെ പറ്റി ചോദ്യം ചോദിക്കാവുന്നതാണ്. നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ തന്നെ കഥാപാത്ര നിരൂപണത്തില് പ്രധാനപ്പെട്ട രണ്ട് പേരാണ് ഹക്കീമും ഇബ്രാഹിം ഖാദരിയും ഭീകരരൂപിയും. ഇവരെ പറ്റി കഥാപാത്ര നിരൂപണം ചോദിക്കാവുന്നതാണ്. വീണ്ടും അവരെ രക്ഷപ്പെടാനുള്ള പ്രതീക്ഷകളും തയ്യാറെടുപ്പുകളും ഒക്കെ നടത്തുന്നതിനെ പറ്റിയൊക്കെ പരാമർശിക്കുന്നുണ്ട്. പിന്നീട് ഈ മഴ കഴിഞ്ഞ ദിവസം അധ്യായം 21 ഒരു മരുഭൂമിയിലും പ്രതീക്ഷകൾ ബാക്കിയുണ്ടെന്ന് നജീബിനെ ഓർമ്മിപ്പിക്കുന്ന ഒരു സന്ദർഭമുണ്ട്. ജീവിതത്തിന്റെ കേൾക്കാൻ കാതോർത്ത് കിടക്കുകയായിരുന്നു. കളിമുൾ ചെടികൾ, മണ്ണിൽ പടർന്ന് വളരുന്ന ചെടികൾ, പായലുകൾ, മഷിത്തണ്ടുകൾ, ഇവ നജീബിന് പുതിയൊരു ഉണർവ് നൽകുന്നു. മഴ കഴിഞ്ഞ് പിറ്റേന്ന് ആടിനെ മേയ്ക്കുവാനായിട്ട് മരുഭൂമിയിലേക്ക് പോകുന്ന നജീബ് ആ മരുഭൂമിയുടെ ആ ഉഷരതയിലും നാമ്പിടുന്ന, ഇല്ലേ, ഒരു അനുകൂലമായ സാഹചര്യം വന്നപ്പോൾ ഉയർത്തെഴുന്നേൽക്കാൻ ശ്രമിക്കുന്ന സസ്യജാലങ്ങൾ അയാൾക്ക് പുതിയ ഒരു ഉണർവ് പകർന്നു നൽകുന്നുണ്ട്. അവ ഇപ്രകാരം തന്നോട് സമ്മതിക്കുന്നു എന്നാണ് നജീബ് അതിൽ അടയാളപ്പെടുത്തുന്നത്. നജീബെ, മരുഭൂമിയുടെ ദത്തുപുത്ര, ഞങ്ങളെ പോലെ നീയും നിന്റെ ജീവനെ അടക്കിപ്പിടിച്ച് ഈ മരുഭൂമിയോട് മല്ലിടുക. ഇത് മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. ഞങ്ങളെ പോലെ നീയും നിന്റെ ജീവനെ ഉള്ളിൽ അടക്കി പിടിച്ചുകൊണ്ട് അനുകൂലമായ സാഹചര്യം വരുമെന്ന് കാത്തുകൊണ്ട് മരുഭൂമിയോട് ആഹ്വാനം ചെയ്യുന്നു. അത് ചോദിക്കാവുന്നതാണ്. അധ്യായം 21 ഈ ഭാഗം കൊടുക്കുന്നത്. അധ്യായം 30 നമ്മൾ കാണുന്നുണ്ട് ഇബ്രാഹിം ഖാദരി, ഹക്കീമും നജീബും യാത്ര പുറപ്പെടുകയാണ്, ഇല്ലേ? അർബാബുമാരെ ഒരു വിവാഹ സൽക്കാരത്തിനായി പോയ രാത്രിയിൽ ഇവർ അവിടെ നിന്ന് രക്ഷപ്പെടുവാനായി തീരുമാനിക്കുന്നു. പക്ഷെ രക്ഷപ്പെടാൻ പോകുമ്പോൾ ഒരു യാത്രയ്ക്ക് പുറപ്പെടുകയാണ്. അപ്പോൾ തന്റെ ആടുകളോട് തന്നെ ഇത്രയും കാലം താൻ കഴിഞ്ഞത് 3 വർഷത്തിലേറെ അധ്യായം 30 ഏറ്റവും ദുരിതാവസ്ഥയിൽ നിന്നാണെങ്കിൽ പോലും ആരെയെങ്കിലും ഒരാളെ വേർപെട്ടു പോകുക എന്നത് വല്ലാത്ത വേദനാ. രക്ഷപ്പെടലിന്റെ ആ സന്തോഷവേളയിലും കടുത്ത ദുഃഖമാണ് എനിക്ക് ഉണ്ടായിരുന്നത്. ആ ദുരിതാവസ്ഥയിൽ പോലും ഒരാളെ, തന്റെ ഹൃദയത്തോട് ചേർത്ത് വെച്ച ഒരാളെ വേർപെട്ടു പോവുക എന്ന് പറയുന്നത് വേദനാജനകമാണ്, ഇല്ലെ? താൻ രക്ഷപ്പെട്ടു പോവുകയാണ്, അതിന്റെ ആശ്വാസം തന്റെ ഉള്ളിലുണ്ട്. പക്ഷെ ഈ ആടുകളെ, ഇത്രയും കാലം തനിക്ക് ആശ്വാസം പകർന്നിരുന്ന ആ ആടുകളെ പിരിഞ്ഞു പോകുന്നതിലുള്ള വിഷമം അയാൾക്ക് ഉണ്ടായിരുന്നു. ചിലപ്പോൾ സന്ദർഭമായി എന്തെന്ന് ഉള്ള ചോദ്യം വരാവുന്നതാണ്. പിന്നീട് നജീബിന്റെയും ഹക്കീമിന്റെയും ഇബ്രാഹിം ഖാദരിയുടെയും
സാഹസിക യാത്ര എന്താ അവതരിപ്പിക്കപ്പെടുന്നുണ്ട്. ഒന്ന് അധ്യായത്തിന്റെ നമ്പറുകളെങ്കിലും ഒന്ന് ഓർത്ത് വെക്കുക. കേൾക്കുന്നുണ്ടോ? കേൾക്കാൻ കഴിയുന്നുണ്ടോ? കേൾക്കാം മിസ്സേ. നിങ്ങളെ അധ്യായത്തിന്റെ അധ്യായ നമ്പറുകൾ ഞാൻ പറയുന്നുണ്ടല്ലോ, അതെങ്കിലും ഒന്ന് കുറിച്ച് വെക്കുക. ഈ വരികളുടെ ആദ്യത്തെ വരികൾ ഒന്ന് കോട്ട് ചെയ്ത് വെച്ചേക്കുക. എന്നിട്ട് നിങ്ങൾ തന്നെ ഒന്നുകൂടെ ഒരാവർത്തി കൂടി ഒന്ന് വായിച്ചു നോക്കുക. പിന്നീട് മസറയിൽ നിന്നും അവർ രക്ഷപ്പെട്ടു പോവുകയാണ്. പോകുമ്പോൾ നജീബും ഹക്കീമും ഇബ്രാഹിം ഖാദിരിയും നടത്തുന്ന സാഹസിക യാത്ര, ഇല്ലേ, അവരുടെ യാത്ര, അതുമായി ബന്ധപ്പെട്ട് ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ്. അവരുടെ മരുഭൂമിയിലൂടെയുള്ള പലായനം, ആ പലായനത്തിനിടയിലും ആ ദുരിതപൂർണമായ യാത്രയ്ക്കിടയിലും അവർ കാണുന്ന കാഴ്ചകൾ, ഇല്ലേ, ഒട്ടകങ്ങൾ, ഓന്തുകൾ, പാമ്പുകൾ, ഇല്ലേ, ഏറ്റവും വിഷമേറിയ, ഇല്ലേ, മസറയിൽ കടന്നു വരുന്നുണ്ട്. കുറെ ആടുകളെ കൊന്നെടുക്കുന്ന വിഷപ്പാമ്പുകളെ പറ്റിയൊക്കെ സൂചിപ്പിക്കുന്നുണ്ട്. ഏറ്റവും വിഷമേറിയ പാമ്പുകളാണ് മരുഭൂമിയിലുള്ളത്. ദാഹം ഇല്ലാത്ത ചെടികള്, മണൽക്കാറ്റിനെ പറ്റി പരാമർശിക്കുന്നുണ്ട്. പിന്നെ ഫോസിലുകളാക്കപ്പെട്ട മണൽക്കാറ്റ് വന്നു മൂടി ഫോസിലുകളാക്കപ്പെട്ട വനഭൂമിയെ പറ്റിയും ഒക്കെ പരാമർശിക്കുന്നുണ്ട്. അവിടെ മരുഭൂമിയിൽ കാണുന്ന കാഴ്ചകൾ, ഇല്ലേ, കൂന്തുകള്, പാമ്പുകളെ, ചെടികളെ, മണൽക്കാറ്റ്, ഫോസിലുകളാക്കപ്പെട്ട വനഭൂമി, ഇവയെ പറ്റിയൊക്കെ പരാമർശിക്കുന്നുണ്ട്. അപ്പൊ ആ ഒരു കാഴ്ചകളെ, ഇവരെ കാണുന്ന കാഴ്ചകളെ പറ്റിയൊക്കെ ചോദിക്കാവുന്നതാണ്. പിന്നെ അധ്യായം 35 നോവലിന്റെ ആരംഭത്തിൽ, അതിന്റെ അധ്യായത്തിന്റെ ആരംഭത്തിൽ പറയുന്നുണ്ട്, മരുഭൂമി എന്ന് പറയുന്നത് ബോധോദയത്തിന്റെയും ആത്മീയ ഉണർവിന്റെയും ഇടമായിട്ടാണ് എല്ലാ മതവും എല്ലാ എഴുത്തുകാരും പറയുന്നത്. പക്ഷെ നജീബ് പറയുന്നത് ഇങ്ങനെയാണ് ഞാൻ കേട്ടിട്ടുള്ളത്. പക്ഷെ ആത്മീയ ജ്ഞാനം തേടി വരുന്നവർക്ക് മാത്രമാവാം മരുഭൂമി അത് സമ്മാനിച്ചിട്ടുള്ളത്. ഞാനൊന്നും തേടി ചെന്നവനല്ലല്ലോ. നജീബ് വെളിപ്പെടുത്തിയിട്ടുണ്ട്. അധ്യായം 35 അത് കൊടുത്തിരിക്കുന്നത്. കാരണം ആത്മീയജ്ഞാനം തേടി വന്നവർക്ക് അത് ലഭിച്ചിട്ടുണ്ടാകാം. പക്ഷെ ജീവിത ദുരന്തം മാത്രമായിരുന്നു തനിക്ക് സ്വന്തമായത്. ആത്മീയജ്ഞാനം തേടി വരുന്നവർക്ക് മാത്രമാവാം മരുഭൂമി അത് സമ്മാനിച്ചിട്ടുള്ളത്. ഞാനൊന്നും തേടി ചെന്നവനല്ലല്ലോ, അകപ്പെട്ടു പോയവനല്ലേ, എനിക്കൊന്നും നൽകുവാനില്ലെന്ന് അത് തീരുമാനിച്ചു കാണും എന്ന് പറയുന്നു. എല്ലാ മതങ്ങളും എല്ലാ എഴുത്തുകാരും മരുഭൂമിയെ ബോധോദയത്തിന്റെയും ആത്മീയ ഉണർവിന്റെയും ഇടമായിട്ടാണ് കരുതുന്നത്. പക്ഷെ ഭാഗം കൊടുത്തിരിക്കുന്നത്. പിന്നീടുള്ള യാത്രയിൽ ഹക്കീമിന്റെ മരണം പ്രതിപാദിക്കുന്ന ഘട്ടം, പിന്നെ ഇബ്രാഹിം ഖാദിരിയും അതേപോലെ നജീബും മരുപ്പച്ച കണ്ടെത്തുന്നതും അവരുടെ ദാഹം ശമിപ്പിക്കുന്നതും യാത്ര തുടരുന്നതും, ഇല്ലേ, മസറയിൽ നിന്നും അവർ തുടങ്ങിയ യാത്രയിൽ 3 പേരുണ്ടായിരുന്നു, ഹക്കീമും നജീബും ഇബ്രാഹിം ഖാദിരിയും. ഇടയ്ക്ക് വെച്ച് ഹക്കീം അവിടെ ദാഹിച്ചു വലഞ്ഞ് മരിച്ചു വീഴുകയാണ് ഹക്കീം, ഇല്ലേ. അവസാനം ഹൈവേയിലേക്ക് അടുക്കാറായപ്പോൾ ഇബ്രാഹിം ഖാദിരി എവിടേക്കോ ഓടി മറഞ്ഞു. അയാൾ എവിടെ പോയി എന്ന് അറിയുകയില്ല. നോവലിന്റെ ആരംഭത്തിൽ പോലീസ് സ്റ്റേഷനിൽ പോലീസ് സ്റ്റേഷന്റെ ചുവരിലുള്ള കുറ്റവാളികളുടെ ചിത്രമാകാം. അതിൽ ഇബ്രാഹിം ഖാദിരിയുടെ ഫോട്ടോ ഇയാൾ തിരിച്ചറിയുന്നുണ്ട്. പക്ഷെ ഇത് ദൈവദൂതനാണ്. ഇബ്രാഹിം ഖാദിരി സൊമാലിയക്കാരനായ ഒരു കുറ്റവാളി അല്ല, അതിനപ്പുറത്ത് ഒരു ദൈവദൂതനായിട്ടാണ് നജീബ് അയാളെ കാണുന്നത്. നമുക്ക് വായനയിലും ഇബ്രാഹിം ഖാദിരിയുടെ ഓരോ സന്ദർഭങ്ങളിലും നജീബിന്റെ ജീവിതത്തോടുള്ള ഒരു ദൈവദൂതനായി തന്നെ നമുക്ക് ഇബ്രാഹിം ഖാദിരിയെ കാണാനും കഴിയും. പിന്നീട് ആ യാത്ര ഇവർ 3 പേർ ചേർന്ന യാത്ര അവസാനിക്കുമ്പോൾ, ഹൈവേയിൽ അവസാനിക്കുമ്പോൾ ആ യാത്രയിൽ ബാക്കിയാവുന്നത് നജീബ് മാത്രമാണ്. അവിടെ നിന്നും ഇയാള് മലബാർ റെസ്റ്റോറന്റിലെ കുഞ്ഞിക്കയെ പരിചയപ്പെടുന്നു. 42-ാമത്തെ അധ്യായത്തില് ഒരു വാചകമുണ്ട്, എല്ലാ അറബി നഗരത്തിലും ഏതൊരാൾക്കും ഏതാവശ്യത്തിനും എപ്പോഴും ഓടിയെത്താവുന്ന അത്താണിയായി
അതിന്റെ തണൽ പറ്റി ജീവിക്കുന്ന ഒരു മനുഷ്യക്കൂട്ടവും. മലബാർ റെസ്റ്റോറന്റിലെ കുഞ്ഞിക്കയെ പറ്റിയാണ് അതില് പരാമർശിക്കുന്നത്. ആ ഭാഗം തന്നിട്ട് ചോദിക്കാം, അതിന്റെ സന്ദർഭം എന്താണെന്ന് ചോദിക്കാവുന്നതാണ്. ഏറ്റവും വികാരതീവ്രമായ മറ്റൊരു മുഹൂർത്തമാണ് കുഞ്ഞിക്ക നജീബിനോട് നാട്ടിലേക്ക് ഫോൺ ചെയ്യുവാനായി പറയുന്നത്, അല്ലേ? 3.5 വർഷത്തിലധികം നാളുകൾക്ക് ശേഷം ആദ്യമായി താൻ വീട്ടിലേക്ക് വിളിക്കുകയാണ്. വീട്ടിലേക്ക് വിളിക്കുമ്പോൾ അയൽപക്കത്തെ ഫോണിലേക്ക് വിളിക്കുന്നു, ഇല്ലേ? ഭാര്യയെ കൂട്ടിക്കൊണ്ടുവരാമെന്ന് അയൽവാസി പറയുന്നു. അപ്പം അതിനുവേണ്ടി 15 മിനിറ്റ് കാത്തിരിക്കുകയാണ്. ആ 15 മിനിറ്റിന് അതിനു മുൻപിലത്തെ 3.5 വർഷത്തെക്കാളധികം നീളമുണ്ടായിരുന്നു എന്ന് ഇപ്പോൾ തോന്നുന്നു. നജീബ് മനസ്സിൽ ഓർക്കുന്നതാണ്, അല്ലെ? 15 മിനിറ്റ് കാത്തിരിക്കുകയാണ്. ആ കാത്തിരിപ്പിന് 3.5 വർഷത്തേക്കാൾ അധികം നീളമുണ്ടായിരുന്നു എന്ന് അയാൾക്ക് തോന്നുന്നു. കാത്തിരുന്ന് അല്ലെ? കുഞ്ഞിക്ക ഫോണെടുത്ത് വിളിക്കുന്നു, സൈന്യവുമായിട്ട് സംസാരിക്കുന്നതാണ് കാണുന്നത്. അപ്പം ആ ഒരു ചോദ്യം നിങ്ങൾക്ക് ചോദിക്കാം. ആ 15 മിനിറ്റിന് അതിനു മുൻപിലത്തെ 3.5 വർഷത്തേക്കാൾ അധികം നീളം ഉണ്ടായിരുന്നു എന്ന്. അടുത്ത ചോദ്യം നോവലിന്റെ അവസാന ഭാഗത്തിലേക്ക് വരുമ്പോൾ ആടുകളെ മസറയിലേക്ക് ആട്ടിത്തെളിച്ച് കയറ്റുന്നതായിട്ടാണ് തോന്നിയത്, ഇല്ലേ? വിമാനത്തിലേക്ക് തിരികെ കയറുന്നു. വിമാനത്തിലേക്ക് കയറുമ്പോൾ എന്താ ആടുകളെ തെളിച്ച് കയറ്റുന്നത് പോലെയാണ് തോന്നുന്നത്. അതിൽ ഒരാട് ഞാനായിരുന്നു എന്ന സന്ദർഭം. നോവലിന്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങളിലൂടെയാണ് നമ്മൾ കടന്നുപോയത്. ഇതിൽ നിന്ന് പ്രതീക്ഷിക്കാവുന്ന ചോദ്യങ്ങളാണ്. ഓരോ നോവലിലെയും ഇതേപോലെയുള്ള വാചകങ്ങൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു വെക്കുക. ഒരു ആവർത്തി കൂടി നോവൽ വായിക്കുക. ആ നോവലിലെ ഓരോ അധ്യായത്തിലൂടെ കടന്നു പോകുമ്പോൾ ഇതുപോലെ വ്യത്യസ്തമായ വാചകങ്ങൾ ഉണ്ടെങ്കിൽ അതൊന്ന് കുറിച്ചു വെക്കുക. അത് അതിന്റെ സന്ദർഭങ്ങളൊക്കെ ചോദിക്കാവുന്നതാണ്. മുൻ വർഷങ്ങളിലെ കഴിഞ്ഞ വർഷത്തെ ചോദ്യം പരിശോധിക്കുകയാണെങ്കിൽ 2019 നവംബറിലെ ചോദിച്ച ചോദ്യങ്ങളിൽ നജീബിന്റെ മരുഭൂമിയിലെ ജീവിതം എപ്രകാരമുള്ളതായിരുന്നു എന്നുള്ള ഒരു ചോദ്യം വന്നിട്ടുണ്ട്. ചോദ്യങ്ങളാണ് പറയുന്നത്. വേദനകളും ദുഃഖങ്ങളും ഉറഞ്ഞുപോയ ഒരു ജീവിതം മാത്രമാണ് എനിക്കവിടെ കാണാൻ കഴിഞ്ഞത്. ആർക്ക്, എവിടെ? അടുത്ത ചോദ്യം, വികാരങ്ങൾക്ക് ഭാഷ ആവശ്യമില്ലെന്ന് നജീബ് ചിന്തിക്കാൻ കാരണമെന്ത്? അത് നമ്മൾ മുമ്പ് പറഞ്ഞിരുന്നു. ഭീകരരൂപിയെ കണ്ടുമുട്ടുന്ന നിമിഷം ആണ് ആ സന്ദർഭം. പിന്നെ ആടുജീവിതത്തിൽ ആവിഷ്കരിക്കുന്ന ഭീകരജീവിയുടെ ചിത്രം എപ്രകാരമാണ് എന്നുള്ള ഒരു ചോദ്യം വരാം. മുമ്പ് ചോദിച്ചതാണ്. പ്രതീക്ഷയുടെ ചിഹ്നങ്ങളെ ആടുജീവിതത്തിൽ എപ്രകാരം ചിത്രീകരിച്ചിരിക്കുന്നു എന്നുള്ള ഒരു ചോദ്യം വരാം. അതൊരു നല്ല ചോദ്യമാണ്. പ്രതീക്ഷയുടെ ചിഹ്നങ്ങളെ ആടുജീവിതത്തിൽ എപ്രകാരമാണ് ചിത്രീകരിച്ചിരിക്കുന്നത്, ഇല്ലെ? ആ മഴരാത്രിക്ക് ശേഷം കടന്നു വരുന്ന മരുഭൂമിയിലെ പുൽനാമ്പുകളെ, സസ്യജാലങ്ങൾ അയാൾക്ക് പകർന്നു കൊടുക്കുന്ന ഉണർവ്, ഇല്ലേ? ആ പ്രതീക്ഷയാണ്. വീണ്ടും വീണ്ടും തുടരുവാനുള്ള, ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു പ്രതീക്ഷയാണ് അതൊക്കെ അടയാളപ്പെടുത്തുന്നത്. പിന്നീട് ഗൃഹാതുരത്വം എപ്രകാരമാണ് ആടുജീവിതത്തിൽ കടന്നു വരുന്നത്, ഇല്ലെ? ഇടയ്ക്കൊക്കെ അയാള് തന്റെ നാട്ടിലേക്ക് തിരിച്ചു പോകുന്നുണ്ട്, ഇല്ലെ? തന്റെ ഭാര്യയ്ക്ക് വേണ്ടി തയ്യാറാകുന്ന കത്ത്, അതേപോലെ തന്നെ ഓരോ ആടുകളെയും തന്റെ അടുപ്പക്കാരായിട്ട് കണ്ടുകൊണ്ട് അവരുടെ പേരുകൾ നൽകിക്കൊണ്ട് വിളിക്കുന്നതെല്ലാം അയാളുടെ ഉള്ളിലെ ആ ഗൃഹാതുരതയാണ് ഉറപ്പിക്കുന്നത്. ഗൃഹാതുരത്വം എപ്രകാരമാണ് ആടുജീവിതത്തിൽ കടന്നു വരുന്നത് എന്നുള്ള ഒരു ചോദ്യം വന്നിട്ടുണ്ട്. പിന്നെ എസ്എ ചോദ്യമായിട്ട് പൊതുവിലുള്ള ഒരു ചോദ്യമാകാം ചോദിക്കാൻ സാധ്യതയുള്ളത്. അതായത് ദയനീയമായ മനുഷ്യാവസ്ഥയുടെ പരിച്ഛേദമാണ് ആടുജീവിതം വിലയിരുത്തുക എന്നുള്ള ചോദ്യമാണ്. മുൻ വർഷങ്ങളിൽ ചോദിച്ചതാണ്. പിന്നെ ഇബ്രാഹിം ഖാദരിയുടെ കഥാപാത്ര നിരൂപണത്തെ പറ്റി നമ്മൾ മുമ്പ് പറഞ്ഞു. പിന്നെ അടുത്ത ചോദ്യം, പെട്ടെന്ന് എന്റെ തൊഴിലിനെ പറ്റി ഒരു ഏകദേശ ധാരണ ഒരു ആകാശഭിത്തി പോലെ എന്റെ മനസ്സിൽ വന്നു പതിച്ചു. സന്ദർഭം വിശദമാക്കുക. അടുത്ത ചോദ്യം, പ്രവാസ ജീവിതത്തിന്റെ സംഘർഷങ്ങൾ ബെന്യാമിന്റെ ആട് ജീവിതത്തിൽ അവതരിപ്പിച്ചിരിക്കുന്നത് എങ്ങനെ? അതൊരു കോമൺ ആയിട്ട് ചോദിക്കാവുന്ന ചോദ്യമാണ്. നിങ്ങൾ അതിനായിട്ട് തയ്യാറെടുക്കുമ്പോൾ ചെയ്യേണ്ടത് പ്രവാസ ജീവിതത്തിന്റെ സംഘർഷങ്ങൾ എങ്ങനെയൊക്കെ ചിത്രീകരിച്ചിരിക്കുന്നത് പോയിന്റ് ആയിട്ട്